ഇന്ന് രാത്രിയിൽ അരിഷ്ടമായ ഒരു നിലയിൽ നിഷ്ഠൂരനും ദുഷ്കർമ്മിയും ഭോഷനുമായിരുന്ന ഒരു മനുഷ്യനോടൊത്ത് അരിഷ്ടമായ നിലയിൽ ഒരു ജീവിതം നയിച്ചിരുന്ന വിവേകിയും സുന്ദരിയുമായ ഒരു സ്ത്രീയെ ഒരു രാജാവിന്റെ, ശ്രേഷ്ഠനായ ഒരു രാജാവിന്റെ രാജ്ഞിയാക്കി തീർത്ത ആ വിഷയത്തെക്കുറിച്ച് അല്പമായി നിങ്ങളോട് പങ്കിടുവാൻ താല്പര്യപ്പെടുകയാണ്. ആദ്യമായി ഒരു സുവിശേഷ പ്രസംഗത്തിന് വന്നിട്ടുള്ളവർ ഈ മീറ്റിംഗിൽ ഈ ശബ്ദപരിധിയിൽ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചോ ദൈവസഭയെ കുറിച്ചോ ആദ്യമായി കേൾക്കുന്നവർ ഇതിന്റെ മധ്യ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. മല്ലപ്പള്ളി എന്ന് പറഞ്ഞാൽ സുവിശേഷം ഒരു പുതുമയല്ല. അനേക വർഷങ്ങളായി വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ദൈവദാസന്മാരിലൂടെ ദൈവവചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും കർത്താവ് ഈ ദേശത്തെ സ്നേഹിക്കുന്നതിനാൽ ഒരിക്കൽ കൂടെ ദൈവവചനത്തെ ശ്രദ്ധിക്കുവാൻ അവസരം നൽകിയിരിക്കുകയാണ്. 1 ശമൂവേൽ 25-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം നിങ്ങൾ ഇതിനു മുൻപ് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ ധരിക്കുന്നു. അതുകൊണ്ട് വലിയ വിശദീകരണം കൂടാതെ ചില വിഷയങ്ങൾ നിങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു ദാവീദിനെ നാം കാണുന്നു. അതുമാത്രമല്ല, ഒരു അബീഗയിലിനെ കാണുന്നു. അബീഗയിലിന്റെ ഭർത്താവായിരുന്ന നാബാലിനെ കാണുന്നു. അവർ ജീവിച്ചു വന്നിരുന്ന കർമ്മേൽ എന്ന സ്ഥലത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഇതിനെല്ലാം ചില ആത്മീയ അർത്ഥങ്ങളുണ്ട്. പഴയ നിയമ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് ചില ആത്മീകമായ വെളിപ്പാടുകൾ, സത്യങ്ങൾ വെളിപ്പെടുത്തി തരുകയാണ്. ഈ ദാവീദിനെ കർത്താവായ യേശുക്രിസ്തുവിനോട് നിഴലായി നമുക്ക് പഠിപ്പാൻ കഴിയും. ഈ അബീഗയിലിനെ തന്റെ സഭയോടും ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിഷയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈ അബീഗയിൽ പാർത്തിരുന്നത് കർമ്മേൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവൾ ജീവിച്ചിരുന്നത് കർമ്മേൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. കർമ്മേൽ എന്ന പദത്തിന്റെ അർത്ഥം എ ഫ്രൂട്ട്ഫുൾ പ്ലേസ്, ഫലഭൂയിഷ്ടമായ, സമർത്ഥമായ, അല്ലെങ്കിൽ സമർത്ഥി വസിക്കുന്ന, സമർത്ഥിയുള്ള ഒരു സ്ഥലം എന്നാണ്. ഈ അബീഗയിൽ പാർത്തിരുന്നത് എല്ലാവിധ സമർത്ഥിയുമുള്ള ഒരു ദേശത്തായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭൗമികമായ എല്ലാവിധ സമർത്ഥിയും. അവൾ പാർത്തിരുന്നത് ധനികനായ ഒരു വ്യക്തിയോടുകൂടെയായിരുന്നു. അവളുടെ കുടുംബം വളരെ ധനസമർത്ഥിയുള്ള ഒരു കുടുംബമായിരുന്നു. ഭൗമികമായ നിലയിൽ ഒരു ഞെരുക്കമോ അല്ലെങ്കിൽ ഭൗമികമായ നിലയിൽ ഒരു ബുദ്ധിമുട്ടോ അനുഭവിച്ചിരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല ഈ അബീഗയിൽ. പക്ഷേ ഈ ഭൗമികമായ സമർത്ഥിയോ ഭൗമികമായ അനുഗ്രഹങ്ങളോ അവളുടെ ജീവിതത്തെ ഒരു സ്വസ്ഥതയുള്ള നിലവാരത്തിൽ ആക്കി തീർത്തു എന്ന് പറയാൻ നിവർത്തിയില്ല. ഭൗമികമായ എല്ലാവിധ സമർത്ഥിയും അനുഗ്രഹങ്ങളും അവൾക്കുണ്ടായിരുന്നു എങ്കിൽ തന്നെയും അവളുടെ ജീവിതം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അരിഷ്ടമായിരുന്നു, നരകതുല്യമായിരുന്നു, ഇല്ലെങ്കിൽ ശോചനീയമായിരുന്നു, ഇല്ലെങ്കിൽ ദുഃഖപൂർണമായിരുന്നു. ഒരു ദിവസം പോലും ഒരു സ്വസ്ഥത അവൾ അനുഭവിച്ചുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം പോലും ഒരു സമാധാനം അവൾ അനുഭവിച്ചുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവൾ ബന്ധിക്കപ്പെട്ടിരുന്ന ആ മനുഷ്യൻ നിമിത്തമാണ്. നിഷ്ഠൂരനും ദുഷ്കർമ്മിയും ഭോഷത്വം നിറഞ്ഞതുമായ ഒരു മനുഷ്യനുമായി ബന്ധിക്കപ്പെട്ട് അപ്രകാരം ഒരു വ്യക്തിയോട് ജീവിക്കുന്ന നിലവാരത്തെ കുറിച്ച് ചിന്തിച്ചാൽ അത് എത്രമാത്രം ദുഃഖപൂർണമായിരിക്കും, അരിഷ്ടമായിരിക്കുമെന്ന് നിങ്ങൾക്കല്പം കടന്ന് ചിന്തിക്കാമെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് ലോകത്തിൽ നോക്കിയാൽ അനേക മനുഷ്യരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ബാഹ്യമായ നിലയിൽ എല്ലാവിധ സമർത്ഥിയും അവർ അനുഭവിക്കുന്നു. മനോഹരമായ വീടുകൾ, വേണ്ടുവോളം ബാങ്ക് ഡിപ്പോസിറ്റ്, വേണ്ടുവോളം വസ്തുവകകൾ, കുഞ്ഞുങ്ങൾക്ക് ജോലികൾ, പ്രതിമാസം ഗൾഫിൽ നിന്നുള്ള വരുമാനം, എല്ലാവിധ അനുഗ്രഹങ്ങളും ഭൗമികമായ നിലയിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും ജീവിതത്തിന്റെ അന്തർഭാഗത്തേക്ക് കടന്നു ചെന്നാൽ
ശോചനീയമായ, അരിഷ്ടമായ, ദുഃഖപൂർണമായ ഒരു നിലവാരത്തിലാണ് ഇന്നത്തെ ലോകത്തില് സമ്പന്നരെന്നും അല്ലെങ്കിൽ ലോകത്തിൽ ഒരു പരിധിക്ക് മുകളിൽ ജീവിക്കുന്ന മനുഷ്യരിൽ ജീവിക്കുന്നവർ അവരിൽ കാണപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ല, തകർന്ന കുടുംബജീവിതങ്ങൾ. പക്ഷേ അത് പുറമേ കാണിക്കുന്നില്ല. കൃത്രിമമായി ഉണ്ടാക്കുന്ന പുഞ്ചിരി, കൃത്രിമമായി ഉണ്ടാക്കുന്ന സന്തോഷഭാവങ്ങൾ, അത് മനുഷ്യരുടെ മുൻപാകെ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പുറമൂടി ഇട്ടുകൊണ്ട് മനുഷ്യർ ജീവിക്കുന്നു. എന്നാൽ അതേ സമയത്ത് കുടുംബജീവിതത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ എന്നുമെന്നും ദുഃഖവും എന്നും കണ്ണുനീരും വിലാപങ്ങളും. പല വ്യക്തികളും തങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളുമായി ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നോ ഇവർ ജീവിച്ചു വന്നിരുന്നത്? എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ജീവിതത്തിന്റെ ശരിയായ നിലവാരം ഞങ്ങളോട് തുറന്നു വയ്ക്കും മുൻപേ ഒരു സ്വപ്നം പോലും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇങ്ങനെയാണ് ഇവർ ജീവിച്ചിരുന്നതെന്ന്. ഒരു ദിവസം പോലും, ദൈവത്തിന് സ്തോത്രം, ഒരു സഹോദരി എന്റെ അടുക്കൽ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. 28 വർഷമായി ഞാൻ ഈ ഭവനത്തിൽ പാദം ചവിട്ടിയിട്ട് ഒരു ദിവസം പോലും എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തോർന്നിട്ടില്ല എന്ന്. അപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. അതിനു മുൻപും പലപ്പോഴും ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ കണ്ണുനീർ എനിക്ക് മനസ്സിലായിരുന്നില്ല. അവരുടെ ജീവിതത്തിന് ഒരു പുറമൂടി ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യമായ വശമോ കണ്ണുനീരിന്റെ അവസ്ഥകളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പല ഭവനങ്ങളെ, സമ്പന്ന കുടുംബങ്ങളെ നോക്കിയാൽ മനോഹരമായ ഭവനങ്ങൾ, വേണ്ടുവോളം പണം, എല്ലാവിധ സുഖസൗകര്യങ്ങൾ, നവീനമായ കാറുകൾ. പക്ഷേ കുടുംബത്തിൽ ഞരക്കവും നിലവിളിയും മാത്രം. ഒരു ദിവസം പോലും സ്വസ്ഥത അനുഭവിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ നിമിത്തമുള്ള നിലവിളി, തലമുറ നിമിത്തമുള്ള ദുഃഖം, ഒരു ഭാഗത്ത് ഭർത്താവ് നിമിത്തം, മറ്റൊരു ഭാഗത്ത് ഭാര്യ നിമിത്തം, മറ്റൊരു ഭാഗത്ത് ജോലി പ്രശ്നങ്ങൾ. വിവിധങ്ങളാകുന്ന നിലയിൽ നരകതുല്യമായ ജീവിതം നയിക്കുന്ന പലരെയും നാം കാണുന്നുണ്ട്. അതേസമയം ബാഹ്യമായി സന്തോഷത്തിന്റെ പുറംമൂടി അണിഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് രാത്രിയിലെ ദൈവത്തിന്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിന്റെ ഇടയിൽ ഒരു ചിലരെങ്കിലും ഇപ്രകാരം ജീവിക്കുന്നവർ ഉണ്ടാകും എന്ന് ഞാൻ ധരിക്കുന്നു. പുറമേ നിങ്ങൾ കർമ്മേലിൽ ജീവിക്കുന്നു, പക്ഷേ അകമേയോ നരകതുല്യമായി ജീവിതം നയിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ പലർക്കും കഴിയുന്നില്ല. അതാണ് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതിന്റെ കാരണം. പ്രശ്നത്തിന്റെ മൂല കാരണം കണ്ടുപിടിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തിയെങ്കിൽ മാത്രമേ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ, അവസ്ഥയിൽ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഈ അബീഗയിലിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവളുടെ ജീവിതത്തെ നരകതുല്യമാക്കി തീർത്തത് നിഷ്ഠൂരനും ദുഷ്കർമ്മിയും ഭോഷത്വം നിറഞ്ഞതുമായ ഒരു വ്യക്തിയോടൊത്തുള്ള ജീവിതമായിരുന്നു. അവൾ ആ വ്യക്തിയോടൊത്ത് ജീവിക്കും കാലത്തോളം ഒരിക്കൽ പോലും, കർമ്മേലിലാണെങ്കിൽ പോലും, അവളുടെ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കുവാൻ അവൾക്ക് കഴിയുകയില്ല. ഈ വ്യക്തിയിൽ നിന്ന് പൂർണ്ണമായി ഒരു വിടുതൽ ഇവൾക്കുണ്ടായെങ്കിൽ മാത്രമേ അവളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന, അവൾ ആഗ്രഹിക്കുന്ന ഒരു സ്വസ്ഥത കൈവരുത്തുവാൻ കഴിയുകയുള്ളൂ. ആരാണ് ഈ നാബാൽ? നിഷ്ഠൂരനും ഭോഷത്വം നിറഞ്ഞതും ദുഷ്കർമ്മിയുമായ ഈ നാബാൽ ആരാണ്? കഴിഞ്ഞ രാത്രിയിൽ പിശാചിന്റെ പ്രവൃത്തികളാൽ ബന്ധിക്കപ്പെട്ട് ജീവിതത്തിൽ കറങ്ങുന്ന പല വ്യക്തികളെ കുറിച്ചും പല കുടുംബങ്ങളെ കുറിച്ചും നാം ചിന്തിച്ചു. എന്നാൽ ഇന്ന് മറ്റൊരു നിലയിൽ ബന്ധിക്കപ്പെട്ട മനുഷ്യരെ കുറിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ ഇന്ന് മറ്റ് ഏതോ ഒന്നിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാബാൽ എന്ന് പറയുന്നത് പ്രധാനമായും 3 വിഷയങ്ങളെ ഓർപ്പിക്കുകയാണ്. ഒന്ന്, മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്ന ന്യായപ്രമാണം. രണ്ടാമത്, മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്ന പാപത്തിന്റെ പ്രമാണം. മൂന്നാമത്, മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്ന മരണത്തിന്റെ പ്രമാണം. ഈ 3 പ്രമാണങ്ങൾ ഇന്ന് മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്നു. ഒന്നാമത്, ന്യായപ്രമാണത്താൽ മനുഷ്യൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ കാന്തയായി തീരുവാൻ സാധ്യമല്ല. ക്രൈസ്തവ ഗോളത്തെ നോക്കിയാൽ ന്യായപ്രമാണത്തിന്റെ പാരമ്പര്യത്തിന് പിന്നിൽ അടിയുറച്ചു നിന്ന് അതിനെ വിട്ടുവിടുവാൻ അല്പം പോലും മനസ്സില്ലാതെ അതിന്റെ പിന്നിൽ കടിച്ചു തൂങ്ങി ആയുസ്സിനെയും ജീവിതത്തെയും നഷ്ടപ്പെടുത്തുന്ന എത്രയോ പരമാർത്ഥികളെ നമുക്ക് ചുറ്റും നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ പലരും വിടുവിക്കപ്പെടുവാൻ ആഗ്രഹിച്ചിട്ട് പോലും അവർ നിൽക്കുന്ന സാഹചര്യം അവരെ മുൻപോട്ട് വിടുവാൻ അനുവദിക്കാതെ പിന്നെ
പലരും ന്യായപ്രമാണത്തിന്റെ പാരമ്പര്യത്തിലൂടെ നീതീകരിക്കപ്പെടുവാൻ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ, ക്രിസ്തുവിന്റെ സഭയായി തീരുവാൻ ആഗ്രഹിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അതിൽ ചിന്തിക്കേണ്ടത് പല വിഷയമുണ്ട്. ഒന്ന്, ന്യായപ്രമാണ പ്രകാരമുള്ള ആലയത്തിന്റെ പാരമ്പര്യം. പലരും തങ്ങളുടെ ഭൗമികമായ ആരാധനാലയത്തിൽ പ്രശംസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണത്തിന്റെ പാരമ്പര്യ പ്രകാരം ഉണ്ടാക്കിയ ആലയത്തിൽ പ്രശംസിക്കുന്നു. അത് വിടുവാൻ പലർക്കും മനസ്സില്ല. ദൈവത്തിന് സ്തോത്രം. അത് വിടാതെ സ്വർഗത്തിൽ പോകാമോ എന്നാണ് പലരുടെയും നോട്ടം. അത് വിടാതെ അതിൽ പ്രശംസിച്ചുകൊണ്ട് യഹൂദ ജനതയ്ക്കും പറ്റിയ മണ്ടത്തരം അതായിരുന്നു. അവർ അവരുടെ ആലയത്തിൽ പ്രശംസിച്ചിരുന്നു. ദീർഘവർഷങ്ങൾ കൊണ്ട് വളരെയധികം പണം ചെലവഴിച്ച് മനോഹരമായി പടുത്തുയർത്തിയ ആലയത്തെ കണ്ടുകൊണ്ട് അതിൽ അവർ പ്രശംസിച്ചിരുന്നു. ഒരിക്കൽ യേശുവിന്റെ ശിഷ്യന്മാർ പോലും ഈ ആലയത്തിന്റെ മനോഹരമായ പണി കണ്ടിട്ട് യേശുവിനെ അത് ഓർപ്പിക്കുകയുണ്ടായി. കർത്താവേ, എത്ര നല്ല പണി, എത്ര നല്ല കല്ല്. യേശു അതിന് മറുപടി പറഞ്ഞത്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിക്കപ്പെടുന്ന നാൾ വരുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്ന്, ന്യായപ്രമാണത്തിന്റെ പാരമ്പര്യം അനുസരിച്ചുള്ള പൗരോഹിത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം, പഴയ നിയമ ന്യായപ്രമാണത്തിന്റെ ക്രമമനുസരിച്ച് കാൽച്ചട്ടയും നീളക്കുപ്പായവും അരയ്ക്ക് കെട്ടും തലയിൽ തൊപ്പിയും കയ്യിൽ ധൂപകലശവും അതിൽ നിന്ന് ഉയരുന്ന പുകയുമായി നിൽക്കുന്ന ആ പഴയ നിയമ ന്യായപ്രമാണത്തിന്റെ പാരമ്പര്യം അനുസരിച്ചുള്ള ആ പൗരോഹിത്യത്തെ വിടുവാൻ മനസ്സില്ലാതെ അതിന്റെ പിന്നിൽ നിൽക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, അത് വിടാതെ ക്രിസ്തുവിന്റെ കാന്തയായി തീരുവാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്ന്, ന്യായപ്രമാണത്തിന്റെ ആ പ്രമാണങ്ങളിൽ പിടിച്ചു തൂങ്ങി നിൽക്കുവാൻ ശ്രമിക്കുന്നു. ഈ പ്രമാണങ്ങൾ, ഈ വിഷയങ്ങളൊക്കെ പരമാർത്ഥികളായ പല മനുഷ്യരെയും ബന്ധിച്ചു വച്ചിട്ട് ക്രിസ്തുവിന്റെ കാന്തയായി തീരുന്ന നിലവാരത്തിൽ നിന്ന് അവരെ തട്ടി തിരിച്ചകറ്റിക്കൊണ്ടുപോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ, ദൈവസഭയായി തീരാതെ, ക്രിസ്തുവിന്റെ കാന്തയായി തീരാതെ നിങ്ങളെ ഇന്ന് ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും ആരാധനയുണ്ട്, പുണ്യസ്ഥലമുണ്ട്, പുണ്യസ്ഥല സന്ദർശനമുണ്ട്, പൗരോഹിത്യമുണ്ട്, പുരോഹിതന്മാരുണ്ട്, ന്യായപ്രമാണത്തിന്റെ പാരമ്പര്യം അനുസരിച്ചുള്ള പ്രമാണമുണ്ട്, കൈകളാൽ ഉണ്ടാക്കപ്പെട്ട അഭിഷേക തൈലമുണ്ട്, ധൂപക്കുറ്റിയുണ്ട്, ധൂപകലശമുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ ദൈവികമായ സ്വസ്ഥത എന്ന് പറയുന്നതില്ല. കർമ്മേലിലാണ് പാർക്കുന്നത്. ജീവിതം അരിഷ്ടം, ജീവിതം നരകതുല്യം, ജീവിതം ദുഃഖപൂർണം, ജീവിതം നിരാശ നിറഞ്ഞത്. എന്നാൽ അതിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആ ഭാഗ്യം തന്നല്ലോ. നമുക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കാൻ അല്ലാതെ പറഞ്ഞാട്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം. അടുത്തതായി, പാപത്തിന്റെ പ്രമാണം. റോമാലേഖനം 8-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ അതിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് എനിക്ക് ക്രിസ്തുവേശുവിലൂടെ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്ന ഒരു പാപ പ്രമാണമുണ്ട്. അവന്റെ ശരീരത്തെ അത് ബദ്ധമാക്കി കളയുന്നു. റോമാലേഖനം 7-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ വിലപിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർപിടിവിക്കും. നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത്. ഇന്നത്തെ യൗവന ലോകത്തിന്റെ നിലവാരം അതാണ്. ചില ആഴ്ചകൾക്ക് മുൻപ് ഞാൻ മധുരയിൽ ഒരു മീറ്റിംഗിന് വേണ്ടി പോയി. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പല യൗവനക്കാരായ സഹോദരി സഹോദരന്മാർ എന്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാനായി വന്നു. പ്രാർത്ഥിക്കുവാൻ വന്ന പലരും പറഞ്ഞ വിഷയങ്ങൾ ഞാൻ ഓർക്കുന്നു. പരിശുദ്ധമായി ജീവിക്കണം, ജയജീവിതം നയിക്കണം, പക്ഷേ അതിന് സാധിക്കുന്നില്ല. എന്നെ അലട്ടുകയാണ്. ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പരിശുദ്ധമായി ജീവിക്കണം, ഒരു ജയജീവിതം നയിക്കണം, ഒരു പാപം കൂടാതെ ജീവിക്കണം. പക്ഷേ സാഹചര്യം അവരെ പുറകോട്ട് വലിക്കുന്നു. ചില കെട്ടുകൾ അവരെ പുറകോട്ട് വലിക്കുന്നു. എങ്ങനെ വിടുവിക്കപ്പെടണമെന്ന് അവർക്കറിയാൻ കഴിയുന്നില്ല. ഇന്നത്തെ മനുഷ്യവർഗത്തിൽ ഏറിയ പങ്കും പാപത്തിന്റെ പ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഉള്ളിന്റെ ഉള്ളിൽ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും ഇച്ഛിക്കാത്ത തിന്മ ജീവിതത്തിൽ കടന്നുകൂടുന്നു. സിനിമ കാണണമെന്ന് ചിന്തയില്ല, കാണാതിരിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ സമയം വരുമ്പോൾ വലിച്ചുകൊണ്ട് പോകുന്നു. പലരും മദ്യപിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ ഉച്ച കഴിഞ്ഞ് 3 മണിയാകുമ്പോൾ കാല് പതിയെ ഷാപ്പിലേക്ക് വലിക്കുന്നു. TV കാണരുതെന്ന് തീരുമാനിച്ചിട്ടുള്ള പലരുമുണ്ട്. ഒരിക്കൽ ഒരു യൗവനക്കാരൻ പറഞ്ഞതാണ്, ഈ
ടിവിയിലുള്ള മ്ലേച്ഛമായ കാര്യങ്ങൾ കാണത്തില്ലെന്ന് പലപ്പോഴും തീരുമാനിച്ചതാണ്. ഒരു ദിവസം യാദൃച്ഛ്യമായി തുറന്നപ്പോൾ വന്ന് കണ്ടത് ഇതാണ്. അറിയാതിരുന്ന് കണ്ടുപോയി. കണ്ടു കഴിഞ്ഞതിന് ശേഷം തലക്കിട്ടിടിച്ചു എന്ന്. അയ്യോ, എനിക്ക് ഇങ്ങനെ വന്നുപോയല്ലോ. കാണരുതെന്നാണ് ആഗ്രഹിച്ചത്, പക്ഷെ കണ്ടുപോയി. ഈ മലിനമായ കാര്യങ്ങൾ മനസ്സിൽ പ്രവേശിച്ച് ജീവിതത്തെ മുഴുവൻ മലിനപ്പെടുത്തി പാപത്തിന്റെ പ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ടായിട്ടും ഇച്ഛിക്കാത്ത തിന്മ ജീവിതത്തിൽ വന്നിട്ട് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് വിലപിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രിയിൽ എന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ കാന്തയായി തീരാൻ സാധ്യമല്ല. ഇപ്രകാരം ബന്ധിക്കപ്പെട്ട നിലവാരത്തിൽ ഒരു പെന്തിക്കോസ് ജീവിതമോ ഒരു ക്രിസ്തീയ ജീവിതമോ, അതേ സമയത്ത് പാട്ടുണ്ട്, അതേ സമയത്ത് പ്രാർത്ഥനയുണ്ട്, ബൈബിൾ വായനയുണ്ട്, ആരാധനയുണ്ട്, സാക്ഷ്യമുണ്ട്, തിരുവത്താഴമുണ്ട്, അതേ സമയത്ത് ഭൗമികമായ എല്ലാ നന്മകളുമുണ്ട്. എന്നാൽ ജീവിതം ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ പ്രതീക്ഷിക്കുന്ന നിലയിൽ ഒരു ജയജീവിതം, ഒരു പരിശുദ്ധ ജീവിതം ചെയ്യുവാൻ കഴിയുന്നില്ല. പലപ്പോഴും പാപത്തിന്റെ പ്രമാണം ശരീരത്തെ പാപത്തിന് ബദ്ധനാക്കി തീർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ബന്ധനം അഴിഞ്ഞെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ കാന്തയായി തീരുവാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തേതാണ് മരണഭയം. മരണത്തിന്റെ പ്രമാണം മനുഷ്യന്റെ ഹൃദയത്തിൽ മരണഭയത്തെ കൊണ്ടുവരുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചതായി നാം കാണുന്നു. ഇവിടെ ഈ അബീഗയിൽ നാബാലിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 7-ാം അധ്യായം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ ഒരു ഉപദേശത്തെ സ്ഥാപിക്കുകയാണ്. 7:1 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, പ്രിയമുള്ളവരെ, ഞാൻ ന്യായപ്രമാണം അറിയാത്തവരോടല്ല സംസാരിക്കുന്നത്, ന്യായപ്രമാണം അറിയാവുന്നവരോടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് താൻ പറയുകയാണ്, സഹോദരന്മാരെ, ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയും ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ഭർതൃന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തതായി പറയുകയാണ്, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ അവളുടെ പേര് വ്യഭിചാരിണി. ഒരിക്കലും ഇവിടെ പറയാം, അതിലൊരു ആത്മീയ സത്യം ഇരിപ്പുണ്ട്. ഞാൻ അക്ഷരാർത്ഥത്തിൽ പറയാനല്ല പോകുന്നത്, ഒരു ആത്മീയ സത്യം ഓർപ്പിക്കാനാണ്. ജീവിച്ചിരിക്കുന്ന ഭർത്താവുമായി ഒരു സ്ത്രീ ഭർതൃന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ അവളുടെ പേര് വ്യഭിചാരിണി എന്ന് വരും. ഭർത്താവ് മരിച്ചുപോയി എങ്കിൽ അവൾ ഭർതൃന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയായി അവൾക്ക് മറ്റൊരു പുരുഷനായി തീരാൻ അനുവാദമുണ്ട്. ഇതിലൊരു ആത്മീക സത്യം അടങ്ങിയിരിപ്പുണ്ട്. പല ദൈവമക്കളും വഞ്ചിക്കപ്പെടുന്നത് ഇവിടെയാണ്. അറിയാതെ ഒരേ സമയത്ത് രണ്ടുപേരെ ഭരിച്ചിരിക്കുന്നു. ഒരേ സമയത്ത് ന്യായപ്രമാണത്തോടും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, പാപത്തിന്റെ പ്രമാണത്തോടും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, മരണത്തിന്റെ പ്രമാണത്തോടും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതേ സമയത്ത് തന്നെ അതിൽ നിന്ന് പൂർണ്ണമായ വിമുക്തിയോ മോചനമോ നേടാതെ അതേ സമയത്ത് ക്രിസ്തുവിനോടും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരെ ബൈബിൾ പറയുന്നു വ്യഭിചാരിണി. ദൈവത്തിന് സ്തോത്രം. അത് വിടാനും മനസ്സില്ല, അതിൽ നിന്ന് വിടുതലും പ്രാപിച്ചിട്ടില്ല. അതേസമയത്ത് ക്രിസ്തുവിന്റെ കാന്ത എന്നുള്ള നിലയിൽ അതിനോടും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇനി മറ്റൊരവസ്ഥ കൂടെ പറയാം. ഇന്നത്തെ ക്രിസ്തീയ കോണത്തിൽ സാത്താൻ വഞ്ചിച്ചിരിക്കുന്ന വലിയൊരു വഞ്ചന, ന്യായപ്രമാണത്തിന്റെ പാരമ്പര്യമൊട്ട് വിടാൻ മനസ്സുമില്ല, അതേസമയത്ത് ദൈവവചനത്തിലെ സത്യത്തെ പിൻപറ്റുവാനും പലർ ശ്രമിക്കുന്നു. മാനസാന്തരം ആവശ്യമാണ്, സ്നാനം ആവശ്യമാണ്, പരിശുദ്ധാത്മാഭിഷേകം ആവശ്യമാണ്. പക്ഷേ മുമ്പ് നിന്നിരുന്ന മിശ്രയും വിടാൻ പലർക്കും താല്പര്യമില്ല. ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞത് ഇപ്പോഴും ഓർക്കും, എനിക്ക് സ്നാനം വേണം പുതിയ യെരൂശലേമിൽ പോകാൻ. പുതിയ യെരൂശലേമിൽ പോകണമെങ്കിൽ സ്നാനപ്പെടണമെന്നുള്ള സത്യം മനസ്സിലായി, സ്നാനപ്പെട്ടു. പക്ഷേ മറ്റൊരു കാര്യം, വിടുന്ന കാര്യം പറഞ്ഞപ്പോ മുമ്പ് നിന്നതായ ആ ന്യായപ്രമാണത്തിന്റെ പാരമ്പര്യം അനുസരിച്ചുള്ള സഭ വിടുന്ന കാര്യം അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇത് രണ്ടും കൂടെ ഒരുപോലെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിച്ചാൽ ബൈബിൾ പറയുന്നു വ്യഭിചാരിണി. രണ്ടും കൂടെ ഒരുമിച്ച് ഒരുപോലെ കൊണ്ടുപോകാൻ സാധ്യമല്ല. ദൈവത്തിന് അതിൽ നിന്ന് വിടുവിക്കപ്പെട്ട് പൂർണ്ണമായ ഒരു മോചനം പ്രാപിച്ചിട്ട് ക്രിസ്തുവിനോട്, സത്യത്തോട്,
ദൈവസഭയോട് നിങ്ങൾ ബന്ധിക്കപ്പെട്ടില്ലെങ്കിൽ ഒരിക്കലും ക്രിസ്തുവിന്റെ കാന്തയായി തീരുവാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ ഒരു സംഭവം നടന്നതായി കാണുന്നു. 25-ാം അധ്യായം വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരിക്കൽ ഈ മാവോന്യനായ നാബാലിന് കർമ്മേലിൽ ഒരു അടിയന്തരം ഉണ്ടായിരുന്നു, ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഒരു അടിയന്തരം. അപ്പോൾ ഈ വാർത്ത ദാവീദ് കേട്ടിട്ട് തന്റെ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ ദാവീദിന്റെ ഭൃത്യന്മാർ ചെന്ന് വളരെ ആ വേദഭാഗം വായിച്ചപ്പോൾ അവർ എന്തുമാത്രം ഭവ്യതയോടെ, എന്തുമാത്രം താഴ്മയോടെ ഈ നാബാലിനോട് അപേക്ഷിച്ചു എന്ന് മനസ്സിലാക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഒരു കരുണയും കാണിക്കാതെ, ഒരു മനസ്സലിവും കാണിക്കാതെ, വളരെ ക്രൂരമായ നിലയിൽ, മനസാക്ഷിയില്ലാത്ത നിലയിൽ ഈ ഭൃത്യന്മാരെ തിരിച്ചയച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ ന്യായപ്രമാണം എന്ന് പറഞ്ഞ മനുഷ്യനോട് ഒരു കരുണയും കാണിക്കാൻ നിവൃത്തിയില്ലാത്തത്. ദൈവത്തിന് സ്തോത്രം. ഒരു ദയയും കാണിക്കാൻ നിവൃത്തിയില്ലാത്തത്. ന്യായപ്രമാണം അനുസരിച്ച് കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട്, ദയയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട്, നന്മയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട്, സഹായത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട്, സഹായമില്ലാത്തവർ അടുത്തു വന്നാൽ കരുണ കാണിക്കുവാൻ നിവൃത്തിയില്ലാത്ത ന്യായപ്രമാണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവരെ കരുണ കൂടാതെ തിരിച്ചയച്ചു എന്ന് ഈ വാർത്ത ഭൃത്യന്മാർ വന്ന് ദാവീദിന്റെ അടുക്കൽ പറഞ്ഞു. ദാവീദ് ഭൃത്യന്മാരോട് പറയാണ്, വാൾ അരയ്ക്ക് കെട്ടിക്കൊള്ളുക. എല്ലാവരും കൂടെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. എന്നാൽ ഈ വാർത്ത അബീഗയിലിന്റെ കാതിലെത്തിയപ്പോൾ അവൾ ഒരു തയ്യാറെടുപ്പോടുകൂടെ ദാവീദിനെ എതിരേറ്റ് ചെല്ലുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ദാവീദിനെ എതിരേറ്റ് ചെന്നിട്ട് അവൾ അവനെ വീണ് നമസ്കരിച്ചിട്ട് ദാവീദിന്റെ കൈകൊണ്ട് പ്രതികാരം ചെയ്യാതെ വണ്ണം അവൾ തടഞ്ഞു എന്ന് നാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വാർത്ത മടക്കി വന്ന് അബീഗയിൽ നാബാലിനോട് പറഞ്ഞപ്പോൾ, ഈ വാർത്ത കേട്ടപ്പോൾ അവൻ നിർജീവമായി, അവന്റെ ഹൃദയം ഉള്ളിൽ കല്ലിച്ച് അവൻ ചത്തുപോയി എന്ന് വായിക്കുന്നു, അല്ലെ മരിച്ചുപോയി എന്ന് വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാബാൽ മരിക്കുവാൻ കാരണം ദാവീദിന്റെ പേര് കേട്ടപ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. അവന്റെ ഹൃദയം കല്ലിച്ചുപോയി, മരിച്ചുപോയി എന്നാണ് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതിലൂടെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാൻ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ദാവീദ് എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, പാപത്തിന്റെ പ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, മരണഭീതിയുടെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന്, ആ ബന്ധനത്തിൽ നിന്ന് വിടുതൽ എപ്രകാരം എന്ന് ചോദിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തുയേശുവിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. വിടുതൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ആ നാമത്തിൽ വിടുതൽ, ആ നാമത്തിൽ വിടുതൽ, ആ നാമത്തിൽ സൗഖ്യം. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, യേശുവിന്റെ നാമത്തെ പ്രസംഗിക്കുന്നു. ഒരു കാര്യം ഞാൻ ധൈര്യത്തോടെ പറയട്ടെ, യേശുവിന് ശക്തിയുണ്ട്, യേശു ക്രിസ്തുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്ന ഈ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ യേശുവിൻ നാമത്തെ പ്രസംഗിക്കുന്നു. ഈ യേശുവിൻ നാമം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ബന്ധിച്ചിരിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ നരകതുല്യം അരിഷ്ടവും ദുഃഖപൂർണവുമാക്കിയിരിക്കുന്ന കെട്ടുകളിൽ നിന്ന് വിടുവിക്കുന്നു. യേശുവിന്റെ നാമത്തിനായി കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ദൈവത്തിന് സ്തോത്രം. വിവരിക്കാനാണെങ്കിൽ വളരെയേറെയുണ്ട്. സമയപരിമിതി കൊണ്ട് വീണ്ടും ഞാൻ മുൻപോട്ട് പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. നാബാൽ മരിച്ചു എന്ന് ദാവീദ് കേട്ടു. തന്റെ ഭൃത്യന്മാരെ ദാവീദ് അയക്കുകയാണ്. അവിടെ തൊട്ടാണ് നാം വായിച്ചത്. ദാവീദിന്റെ ഭൃത്യന്മാർ ഒരു വാർത്തയുമായി അബീഗയിലിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. എന്താണ് ദാവീദ് പറഞ്ഞയച്ചിരിക്കുന്നതെന്നറിയാമോ? സാവകാശത്തിൽ സംസാരിച്ച് താല്പര്യമുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. ഞങ്ങളുടെ കർത്താവായ ദാവീദ്, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെയും അയച്ചിരിക്കുകയാണ് ഈ മല്ലപ്പള്ളി ദേശത്തിൽ. ക്രിസ്തുവിന്റെ കാന്തയായി തീരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സാവകാശം ചില കാര്യങ്ങൾ പറഞ്ഞ് വരാൻ താല്പര്യപ്പെടുന്നവരെ കൂട്ടിക്കൊണ്ടുപോകാൻ. അതാണ് ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം, യൂത്ത് ക്യാമ്പിന്റെ ഉദ്ദേശം. കൂട്ടിക്കൊണ്ടുപോകാൻ, ബലം പ്രയോഗിച്ചു കൊണ്ടുപോവുകയല്ല. എന്നാൽ ഇന്നലെ രാത്രി അധികാരം ഉപയോഗിച്ച് കെട്ടഴിച്ചതാ കാണുന്നത്. എന്നാൽ ഇന്ന് സാവകാശം ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് അനുസരിക്കാൻ, കൂടെ വരാൻ, ഈ ഭൃത്യന്മാരോട് കൂടെ വരാൻ
താല്പര്യപ്പെടുന്നവരെ കൂട്ടിക്കൊണ്ടുപോകാൻ അതിനുവേണ്ടി കർത്താവ് അയച്ചിരിക്കുന്ന ഭൃത്യന്മാർ. ഇവിടെ ഒരു പദം പറയുന്നുണ്ട്, അയച്ച ഭൃത്യന്മാർ, അയക്കപ്പെട്ട ഭൃത്യന്മാർ. ദൈവത്തിന് സ്തോത്രം. അയക്കപ്പെട്ടവർ എന്ന് പറഞ്ഞ അപ്പോസ്തലന്മാർ. അപ്പോസ്തലൻ എന്ന പദത്തിന്റെ അർത്ഥം അയക്കപ്പെട്ടവർ, ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവർ. എന്തിനായി അയക്കപ്പെട്ടവർ എന്ന് ചോദിച്ചാൽ, കൂട്ടിക്കൊണ്ട് സദ്വർത്തമാനം പറഞ്ഞ് ചില വിഷയങ്ങൾ പറഞ്ഞ് താല്പര്യപ്പെടുന്നവരെ, സമർപ്പിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോകുവാൻ അയക്കപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. ഇന്നും അപ്പോസ്തലന്മാർ ഭൂമിയിലുണ്ട്, കർത്താവിനാൽ അയക്കപ്പെട്ടവർ ഭൂമിയിലുണ്ട്. അവർക്ക് നിങ്ങളോട് അറിയിപ്പാൻ ഒരു സദ്വർത്തമാനമുണ്ട്. എന്താണ് അറിയിപ്പാൻ? ഞങ്ങളെ അയച്ചിരിക്കുന്നു, നിങ്ങളെ സുവിശേഷം അറിയിച്ച് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. ദൈവത്തിന് സ്തോത്രം. എന്തായി കൂട്ടിക്കൊണ്ടുപോകാൻ? രാജാവിന്റെ രാജ്ഞിയാക്കി തീർക്കാൻ കൂട്ടിക്കൊണ്ടുപോകാൻ. താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് കൈപൊക്കിയാട്ടെ. കൂട്ടിക്കൊണ്ടുപോകാൻ പോകാം. കൈ ഉയർത്തിയവർ അല്ലേലിയ പറഞ്ഞാട്ടെ. എല്ലാവർക്കും താല്പര്യമില്ലെന്ന് വന്നു. താല്പര്യമുള്ളവർ വീണ്ടും ഒരു അല്ലേലിയ പറഞ്ഞാട്ടെ. താല്പര്യമുള്ളവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ദൈവത്തിന് സ്തോത്രം ചില വാർത്തകൾ അറിയിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമുണ്ടായി. അതാണ് 41 വാക്യത്തിൽ വായിക്കുന്നത്. അതൊന്ന് വായിക്കാം. 41 വാക്യം. 1, ഇത് കേട്ട ഉടനെ അവൾ എഴുന്നേറ്റു. 2, അവൾ നിലം വരെ കുനിഞ്ഞു. ഇന്ന് രാത്രിയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കാന്തയായി തീരുവാൻ കർത്താവായ യേശു ക്രിസ്തു നിയോഗിച്ചത് അനുസരിച്ച് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ വാർത്ത കേട്ട് അവൾ എഴുന്നേറ്റു എന്നാണ്. അബിഗയിൽ എഴുന്നേറ്റു. ഇന്ന് രാത്രിയിൽ നമുക്ക് ആവശ്യം ഒരു എഴുന്നേൽപ്പാണ്. നിങ്ങൾ എഴുന്നേൽക്കണം. ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് പന്തലിൽ എഴുന്നേൽക്കുന്ന കാര്യമല്ല, ആത്മീക ജീവിതത്തിൽ ഒരു എഴുന്നേൽപ്പ്. വേദപുസ്തകത്തിൽ എഴുന്നേൽക്കുവാൻ നിർദ്ദേശം നൽകിയ, അതിന്റെ പിന്നാലെ എഴുന്നേറ്റത് നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടതായ അനേക വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു 2-3 വിഷയങ്ങൾ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇത് കേട്ടിട്ട് നിങ്ങളും എഴുന്നേൽക്കുവാൻ ഒരു തീരുമാനമെടുക്കണം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 49-50 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു ഒരു മനുഷ്യൻ എഴുന്നേറ്റതായി. കർത്താവായ യേശു ക്രിസ്തു സുവിശേഷം അറിയിച്ചുകൊണ്ട് സഞ്ചരിക്കവേ വഴിയരികിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന ഒരു അന്ധനായ മനുഷ്യൻ, പേര് ബർത്തിമായി. അവൻ കേട്ടു യേശു ഇതുവഴി കടന്നു പോകുന്നു എന്ന്. ഒരുപക്ഷെ അവൻ കടന്നുപോയപ്പോൾ അവന്റെ പിന്നാലെ കടന്നുപോയ ജനാവലി നിമിത്തം ഉണ്ടായ ആരവാരമായിരിക്കാം അവന്റെ കാതിൽ കേട്ടത്. അവൻ ചോദിച്ചു, എന്താണ് ഈ ആരവാരം, എന്താണ് ഈ ശബ്ദം? ഈ അന്ധൻ ചോദിക്കുക. ഒരുപക്ഷെ അടുത്തു നിന്നവൻ പറഞ്ഞു കാണും, നസ്രയനായ യേശു കടന്നു പോകുന്നു. മുൻപും അവൻ കേട്ടിട്ടുണ്ടാവും, നസ്രയനായ യേശു ദൈവപുത്രനാണ്, അനേക കുരുടർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവന്റെ ഉള്ളിൽ മുൻപൊരാഗ്രഹം ഉണ്ടായി കാണും, എപ്പോഴെങ്കിലും ഈ യേശുവിന്റെ അടുക്കൽ എനിക്കൊന്ന് പോയി ചേരാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ. എനിക്കിന്റെ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് എനിക്ക് സ്വയമായി പോയി ചേരാൻ നിവർത്തിയില്ല, എന്നെ കൊണ്ടുപോകുവാനും ആരുമില്ല. ഈ യേശു എപ്പോഴെങ്കിലും ഇതുവഴി ഒന്ന് കടന്നു വന്നിരുന്നെങ്കിൽ. ദൈവത്തിന് സ്തോത്രം. ഈ മല്ലപ്പള്ളിയിൽ ഒരുപക്ഷെ ഇപ്രകാരം ഇപ്രകാരം ആഗ്രഹിച്ചതായ വ്യക്തികൾ കാണും. യേശു ഇതുവഴി ഒന്ന് വന്നിരുന്നെങ്കിൽ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ആഗ്രഹത്തിനൊത്തവണ്ണം ഇന്ന് രാത്രിയിൽ യേശു കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. യേശു കടന്നു വന്നിരിക്കുന്നു. യേശു കടന്നു വന്നിരിക്കുന്നു. യേശു കടന്നു വന്നിരിക്കുന്നു. യേശു കടന്നു വന്നിരിക്കുന്നു. ഞങ്ങൾക്കതാണ് പറയുവാനുള്ളത്. നസ്രയനായ യേശു കടന്നു വന്നിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ പന്തലിൻ കീഴിൽ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ അടുക്കൽ യേശു കടന്നു വന്നിരിക്കുന്നു. ദീർഘനാളത്തെ അവന്റെ ആഗ്രഹമായിരുന്നു ഈ യേശുവിന്റെ അടുക്കൽ ഒന്ന് വന്നു ചേരാൻ. ഈ അന്ധനായ മനുഷ്യൻ നിലവിളിക്കാൻ തുടങ്ങി, യേശുവേ, യേശുവേ, യേശുവേ. അവന് വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, മറ്റൊന്നും അവൻ ചിന്തിച്ചുമില്ല. ആരെങ്കിലും ഇത് കേൾക്കുമെന്നോ, ആർക്കെങ്കിലും ഇത് കർണശല്യമായി തീരുമെന്നോ എന്നൊന്നും അവൻ ചിന്തിച്ചില്ല. അവന്റെ ആവശ്യബോധം ഉറക്ക നിലവിളിക്കുവാൻ, തന്നെത്താൻ മറന്നു നിലവിളിക്കുവാൻ, ഹല്ലേലൂയ, അവന്റെ ഹൃദയത്തെ ഉണർത്തിയെന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ യേശു വന്നിരിക്കുന്നു. ആവശ്യബോധത്തോടെ കരയുന്ന എത്ര പേരുണ്ട്? യേശുവേ, എന്നെ വിടുവിക്കണമേ. ചുറ്റും കൂടി എന്നവർ വിളിച്ചു പറയുകയാണ്, കുരുട മിണ്ടാതിരിക്ക. ചുറ്റും കൂടി എന്നവർക്ക് കർണശല്യമായി. പക്ഷെ മിണ്ടാതിരിപ്പാൻ അവൻ തയ്യാറല്ല.
ഉറക്ക വിളിക്കുന്ന വിളിയുടെ വോളിയം കുറയ്ക്കാനും അവൻ തയ്യാറല്ല. അവൻ പിന്നെ വിളിക്കുന്നു, യേശുവേ യേശുവേ. ഉറക്ക വിളിക്കുന്നു. യേശു നിന്നു. ദൈവത്തിന് സ്തോത്രം. പരമാർത്ഥ ഹൃദയത്തോടെ, തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ മനസ്സോടുകൂടെ ഏത് സാഹചര്യത്തിലാണെങ്കിലും യേശുവിനെ നോക്കി പൊട്ടിക്കരയുന്നവരുടെ അടുക്കലേക്ക് കരുണയും കരം നീട്ടി ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് രാത്രിയിൽ ഒരു തകർന്ന ഹൃദയം, ഒരു നുറുങ്ങിയ മനസ്സ്, ഒരു നനഞ്ഞ കണ്ണുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അത്ഭുതം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാനും അത്ഭുതം ജീവിതത്തിൽ അനുഭവിക്കാനും സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറക്ക വിളിക്കുന്ന നിലവിളിയാണ് ദൈവം എന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് അതാണ്. പൊട്ടിക്കരയുന്ന കരച്ചിൽ, നനഞ്ഞ കണ്ണുകൾ, തകർന്ന ഹൃദയം, നുറുങ്ങിയ മനസ്സ്. പല ദൈവമക്കൾക്കും ഇന്നത് നഷ്ടപ്പെട്ടു പോയി. പലരും കണ്ടും കണ്ട് കേട്ട് പലരുടെയും ഹൃദയം കഠിനമായി പോയി. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. മുഴങ്കാൽ മടക്കി കർത്താവിന്റെ പാദത്തിലോട്ടിരുന്ന് ഒരു 10 നിമിഷം അലറിക്കരയാൻ നീ തീരുമാനിച്ചാൽ സ്വർഗം അവിടെ നിനക്ക് വേണ്ടി നാളെയല്ല ഇന്ന് തന്നെ തുറക്കപ്പെടും, ഇറങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയില് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് നിലവിളിച്ച യോനായെ കുറിച്ചൊന്ന് ചിന്തിപ്പാനിടയായി. മത്സ്യത്തിന്റെ ആമാശയത്തിനുള്ളിൽ കിടന്നുകൊണ്ട് അലറിക്കരഞ്ഞ ഈ യോനായുടെ നിലവിളി സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കലെത്തി. ദൈവത്തിന് സ്തോത്രം. ആ ശബ്ദം ദൈവത്തിന്റെ അടുക്കലെത്തുവാൻ ഒരു പ്രതിബന്ധവും ഉണ്ടായിരുന്നില്ല. പ്രതിബന്ധങ്ങളെല്ലാം നീക്കപ്പെട്ട് നിലവിളി ദൈവത്തിന്റെ അടുക്കലെത്തി. സഹായത്തിന്റെ കരം, വിടുവിക്കുന്ന കരം ആ മത്സ്യത്തിന്റെ വയറ്റിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്നു. മത്സ്യത്തോട് കൽപ്പിച്ചു, ശ്രദ്ധിച്ചത് യോനായെ, ശ്രദ്ധിച്ചത് ഇനി ഇവനെ നിന്റെ വയറ്റിൽ നീ വെച്ചുകൊണ്ടിരിക്കരുത്. മതി. അവനെ നിന്റെ വയറ്റിൽ വെച്ചുകൊണ്ടിരുന്നത് മതി. അവൻ മാനസാന്തരപ്പെട്ടു. അവൻ പാപം വിട്ടു തിരിഞ്ഞു. അവന്റെ ജീവിതത്തെ കുറിച്ച് അവൻ അനുഭവിച്ചു. അവൻ മടങ്ങി വന്നു. അവൻ ദൈവസന്നിധിയിൽ ശരിയായി. മതി. അവനെ പുറത്തുവിടുന്ന കൽപ്പിക്കുകയാണ് ദൈവം മത്സ്യത്തോട്. പ്രിയ സ്നേഹിതരെ, ദൈവസന്നിധി വിട്ട് അകന്നുപോയ ജീവിതം നിമിത്തം നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ മനസ്സോടെ കരയുമെങ്കിൽ ആ കരച്ചിൽ ദൈവസന്നിധിയിൽ എത്തിയിട്ട് ദൈവം കൽപ്പിക്കും, മതി, അവനെ പുറത്തുവിട്. ദൈവത്തിന് സ്വന്തം. ദൈവം കൽപ്പിച്ച് മത്സ്യം യോനായെ ശ്രദ്ധിച്ചു കളഞ്ഞു. നിലവിളി. ഈ അന്ധനായ മനുഷ്യൻ നിലവിളിക്കുകയാണ്, യേശുവേ. ചുറ്റുപാട് നിന്നവർ ശാസിച്ചു. ഇന്നത്തെ പ്രശ്നവും അതാണ്. ശബ്ദം കുറച്ചൊന്ന് പ്രാർത്ഥിച്ചുകൂടായോ? ഒരിക്കൽ രാത്രിയിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചതായി ഒരു മാതാവിന്റെ അടുക്കൽ. പിറ്റേന്ന് രാവിലെ അയൽവക്കക്കാരെല്ലാം കൂടെ വന്ന് പരാതി പറയുകയാണ്, അമ്മച്ചി ശബ്ദം കുറച്ചൊന്ന് പ്രാർത്ഥിച്ചുകൂടായോ? ദൈവത്തിന് സ്തോത്രം. പക്ഷെ അമ്മച്ചിക്ക് ശബ്ദം കുറയ്ക്കാൻ കഴിയില്ല. പ്രാണപ്രിയന്റെ സമീപത്തേക്ക് കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ അലട്ടുന്നത് കാണുമ്പോൾ ഉറക്ക വിളിക്കുകയാണ്. ഒരുപക്ഷെ അവൻ കടന്നു പോയാലും കടന്നു പോകും മുൻപേ അവന്റെ ദൃഷ്ടി എന്ന മേൽ പതിക്കണം. ആ ഒരു ലക്ഷ്യത്തോട് ഉറക്ക വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾക്കുണ്ട്. അവൻ നിങ്ങളെ വിട്ട് കടന്നു പോകും മുൻപേ, അവന്റെ സാന്നിധ്യം നിങ്ങൾക്കില്ലാതാകും മുൻപേ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴിതാ ഒരു ആശ്വാസവാക്ക്. മുമ്പേ മിണ്ടാതിരിക്ക എന്ന് പറഞ്ഞവർ ഇപ്പോൾ വന്ന് അടുക്ക പറയാണ് ഈ അന്ധനോട്, ധൈര്യമായിരിക്കാൻ. വാക്യം ഒന്ന് വായിക്കാമോ? ധൈര്യമായി. അവർ ചെന്ന് അവനോട് പറയുകയാണ്, ധൈര്യപ്പെടുക. അടുത്തത്, ദൈവത്തിന് സ്വന്തം. യേശു നിന്നുകൊണ്ട് പറയുകയാണ്, അവരെ വിളിക്ക, പറഞ്ഞയക്കുകയാണ്. ഇന്ന് രാത്രിയിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം ഞങ്ങൾ നിങ്ങളോട് പറയുക, കർത്താവ് അവനെ വിളിക്ക, ആ നിലവിളിക്കുന്നവരെ വിളിക്ക, ആ കരയുന്നവരെ വിളിക്ക, ആ വിലപിക്കുന്നവരെ വിളിക്ക. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട്. യേശു വിളിക്കുന്നു. നിങ്ങളുടെ കരച്ചിൽ അവന്റെ അടുക്കലെത്തി. ഇന്ന് രാത്രി അവൻ നിങ്ങളെ വിളിക്കുന്നു. ധൈര്യമായിരിക്ക, ധൈര്യമായിരിക്ക, ധൈര്യമായിരിക്ക. അവൻ നിങ്ങളെ വിളിക്കുന്നു. ഇത് കേട്ട ഉടൻ തന്നെ ഈ അന്ധൻ എന്ത് ചെയ്തെന്നറിയാം? ഒരൊറ്റ ചാട്ടം. നമ്മിൽ പലരും എഴുന്നേൽക്കുന്ന പോലല്ല. അവന്റെ കാത് കുളിർത്ത് കാണും ഈ ശബ്ദം കേട്ട്. യേശു വിളിക്കുന്നു തന്നെ. അവൻ ഒരൊറ്റ ചാട്ടത്തിന് കുതിച്ചെഴുന്നേറ്റു. എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവനൊരു കാര്യം ചെയ്തു. അതാണ്
മർമ്മപ്രധാനമായ വിഷയം. ചുറ്റി പുതച്ചിരുന്ന പുതപ്പ് വലിച്ചെറിഞ്ഞേച്ചായി എഴുന്നേറ്റത്. പലരും എഴുന്നേൽക്കും പഴയ പുതപ്പുമായിട്ട്. ഈ അന്ധൻ അവൻ പുതച്ചിരുന്ന പുതപ്പ് വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ വെറുതെ എഴുന്നേറ്റാ പോരാ. ചുറ്റി പുതച്ചിരിക്കുന്ന ആ പഴയ പുതപ്പിനെ വലിച്ചെറിയുവാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ സൗഖ്യം. ഹല്ലേലൂയ! ഇന്ന് രാത്രിയിൽ സൗഖ്യം. പലത് വലിച്ചെറിയാനുണ്ട്. ആ പുതപ്പാണ് നിനക്ക് സൗഖ്യത്തിന് തടസ്സമായിരിക്കുന്നത്. ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ ഒരു പുതപ്പിനെ കുറിച്ചല്ല. നീ ചുറ്റി വെച്ചിരിക്കുന്ന, നീ പുതച്ചു വെച്ചിരിക്കുന്ന, നിന്റെ ജീവിതത്തെ പുതപ്പിച്ചു വെച്ചിരിക്കുന്ന നമ്പർ 1 സ്വയനീതി. പഴയ വസ്ത്രം, അഴുക്കായ കന്തൈ അല്ലെങ്കിൽ പഴന്തുണി. ഈ അന്ധന്റെ പുതപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം, ഒരു ഭിക്ഷക്കാരന്റെ പുതപ്പ് ചിന്തിക്കണം, ഒരു പഴന്തുണിയായിരിക്കും. സ്വയനീതി എന്ന പഴയ പുതപ്പ്. ദൈവത്തിന് സ്തോത്രം. ബലാത്കാരം വസ്ത്രം പോലെ ചുറ്റുന്നു എന്ന് ദൈവവചനത്തിൽ വായിക്കുന്നു. ചുറ്റിയിരിക്കുന്ന മറ്റൊരു സ്വഭാവം. ഇപ്രകാരം ചുറ്റപ്പെട്ടിരിക്കുന്ന, സൗഖ്യമാകാൻ തടസ്സമായി നിന്റെ ജീവിതത്തിൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിനെ ഇന്ന് രാത്രിയിൽ വലിച്ചെറിയാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ സൗഖ്യം. വലിച്ചെറിയാമോ? വലിച്ചെറിയാൻ തയ്യാറുള്ളവർ കൈ ഉയർത്തിയൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ! സൗഖ്യം ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. വലിച്ചെറിഞ്ഞു, ചാടി എഴുന്നേറ്റു. അവൻ ഓടി യേശുവിന്റെ അടുക്കൽ ചെന്നു. നിനക്കെന്തു വേണം? യേശു ചോദിക്കുന്നു, എന്താണ് നിനക്ക് ആവശ്യം? ഇന്ന് രാത്രിയിലും കർത്താവ് ചോദിക്കുക, നിനക്കെന്താ വേണ്ടത്? അവൻ പറയുന്നു, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. എനിക്ക് കാഴ്ച കിട്ടുന്നത് എന്റെ പ്രശ്നം, എന്റെ കണ്ണന്ധം. എനിക്ക് കാഴ്ച കിട്ടണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവനെ സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ സൗഖ്യമാകാൻ പുതപ്പ് വലിച്ചെറിഞ്ഞ് എഴുന്നേൽക്കുന്ന, ജീവിതത്തിലെ പാപങ്ങളെ വലിച്ചെറിഞ്ഞ്, സ്വയനീതിയെ വലിച്ചെറിഞ്ഞ്, ജീവിതത്തിലെ ബലാത്കാരത്തെ, ഡംഭത്തെ വലിച്ചെറിഞ്ഞ്, സൗഖ്യമാകുവാൻ തടസ്സമായിരിക്കുന്ന എല്ലാവற்றைയും വലിച്ചെറിഞ്ഞ് ജീവിതത്തെ പരിശുദ്ധപ്പെടുത്തി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ ചെല്ലുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, സൗഖ്യം അവൻ നിങ്ങൾക്ക് നൽകും. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില് അപ്പോസ്തലനായ പൗലോസ് തന്റെ സാക്ഷ്യം പ്രസ്താവിക്കുമ്പോൾ ഇപ്രകാരം പറയുകയാണ്. ദൈവത്തിന്റെ ആത്മാവ്, കർത്താവ് അവനോട് ചോദിക്കുക, ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക. എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക. ദൈവത്തിന് സ്തോത്രം. എഴുന്നേൽക്കണം. സ്നാനപ്പെടാത്തവർ സ്നാനമേൽക്കുവാൻ എഴുന്നേൽക്കണം. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തിന്റെ കൽപ്പനയാകുന്ന, ദൈവത്തിന്റെ ആലോചനയാകുന്ന, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള വഴിയാകുന്ന, യേശുക്രിസ്തുവിനോട് ചേരുവാനുള്ള ഉപദേശമാകുന്ന, കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ഉപദേശമാകുന്ന വിശ്വാസ സ്നാനം, മുഴുകൽ സ്നാനം, തൃത്വനാമത്തിലുള്ള സ്നാനം, അഭിഷക്തന്മാരുടെ കൈക്കീഴിലുള്ള സ്നാനം, മാനസാന്തരപ്പെട്ടതിന് ശേഷമുള്ള സ്നാനം ഇതുവരെയും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, പാരമ്പര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോകാമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ കാന്തയായി തീരാൻ സാധ്യമല്ല. ഈ അബീഗയിൽ എഴുന്നേറ്റു ദൈവവചനത്തിലെ സത്യത്തെ അനുസരിപ്പാൻ ഈ മല്ലപ്പള്ളിയിൽ നരേതർ എഴുന്നേൽക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സത്യത്തെ അനുസരിക്കുവാൻ, ദൈവവചനത്തെ അനുസരിക്കുവാൻ അനേക പരമാർത്ഥികളായ ആത്മാക്കൾ, ബന്ധിക്കപ്പെട്ട നിലവാരത്തിൽ കിടക്കുന്ന അനേകർ എഴുന്നേൽക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ ഞങ്ങൾ വിളിക്കുകയാണ്. മൂന്നാമതായി യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. 60-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? എഴുന്നേറ്റ് പ്രകാശിക്ക, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അടുത്തത്, അന്ധകാരം ഭൂമിയെയും. ദൈവത്തിന് സ്തോത്രം. എഴുന്നേറ്റ് പ്രകാശിക്ക,
ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഈ വാക്യത്തെ ഒരു വിധത്തിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ദൈവത്തിന്റെ മഹിമ, ഗ്ലോറി ഓഫ് ഗോഡ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എപ്രകാരം ഉദിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, മഹത്വത്തിന്റെ ആത്മാവ് നിന്റെ മേൽ പകരപ്പെടുവാനായി വന്നിരിക്കുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു തേജസ്സേറിയ നിലവാരത്തിൽ, ഒരു തേജസ്സേറിയ സഭയാക്കി തീർക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതിനുവേണ്ടി ദൈവം ഒരു തേജസ്സിൻ സുവിശേഷത്തെ മനുഷ്യർക്ക് നൽകുന്നു. ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. ആ സുവിശേഷത്താലാണ് മനുഷ്യൻ ദൈവ തേജസ്സിലേക്ക് നടത്തപ്പെടുന്നത്. തേജസ്സിൻ സുവിശേഷം മാത്രമല്ല, ഒരു തേജസ്സിന്റെ ആത്മാവിനെ കൂടെ ദൈവം മനുഷ്യന്റെ മേൽ പകരുന്നു. പെന്തിക്കോസ്ത് നാളിൽ കർത്താവായ യേശുക്രിസ്തു പിതാവിനോട് ചോദിച്ചു വാങ്ങി ഭൂമിയിലേക്ക് അയച്ചു കൊടുത്ത പരിശുദ്ധാത്മാവ്, മഹത്വത്തിന്റെ ആത്മാവ്. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, മഹത്വത്തിന്റെ ആത്മാവായ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ആവസിക്കുന്നല്ലോ, സ്പിരിറ്റ് ഓഫ് ഗ്ലോറി, അതാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്, നിന്റെ മേൽ മഹത്വത്തിന്റെ ആത്മാവ് ഉദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് കൃപായുഗമാണ്. നിന്നെ ദൈവം പരിശുദ്ധാത്മാവിനാൽ, മഹത്വത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, ക്രിസ്തീയ സ്നേഹിതരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പെന്തിക്കോസ്ത് നാളിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വിവരിക്കുന്ന അനുഭവം, പ്രിയ ക്രൈസ്തവ സ്നേഹിത, സഹോദര സഹോദരി, നിനക്കും അത് ആവശ്യമാണ്. അതാണ് ദൈവസഭയുടെ പ്രാരംഭം, അതാണ് ദൈവസഭയുടെ പാരമ്പര്യം, അതാണ് ദൈവസഭയുടെ ആദ്യകാല അനുഭവങ്ങൾ. എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പ്രിയ സഹോദര, നീ ഇത് പ്രാപിച്ചിട്ടുണ്ടോ? സഹോദരി, നീ ഇത് പ്രാപിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരിക്കും. ഈ അനുഭവം നീ പ്രാപിച്ചിട്ടുണ്ടോ? പെന്തിക്കോസ്ത് സഭയിൽപ്പെട്ടവരെ, ഈ അനുഭവം നീ പ്രാപിച്ചിട്ടുണ്ടോ? മഹത്വത്തിന്റെ ആത്മാവിനെ നീ പ്രാപിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എഴുന്നേൽക്ക്, മഹത്വത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴാണ് അതിനുള്ള സമയം. കൃപയുടെ വാതിലടയും. പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് കടന്നു പോകും. ദൈവസഭയുമായി കടന്നു പോകും. പിന്നീട് നിങ്ങൾ നിലവിളിച്ചാൽ ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഇപ്പോൾ ഉദിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക. ഇനി പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം എഴുന്നേറ്റ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കൊള്ളണമേ. കാരണം കാന്തയായി തീരാൻ എന്തിന് സ്നാനപ്പെടണം? എന്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം? കുഞ്ഞാടിന്റെ കാന്തയായി തീരാൻ ഈ അബീഗയിൽ എഴുന്നേറ്റു. ദാവീദിന്റെ ഭാര്യയായി തീരുവാൻ അവൾ എഴുന്നേറ്റു. നിങ്ങളും യേശുക്രിസ്തുവിന്റെ കാന്തയായി തീരുവാൻ എഴുന്നേറ്റ് ഈ വചനത്തിലെ സത്യങ്ങളെ അനുസരിക്കുവാൻ വളരെ ഭവ്യമായി, വളരെ താഴ്മയോടെ, വളരെ വിനീതമായി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അനുസരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ദൈവത്തിന് സ്തോത്രം. ഇനി മറ്റൊരു വിഷയത്തിനൂടെ എഴുന്നേൽക്കണം. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് കരയണം. രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കാൻ. എന്തിനാ? താഴോട്ട് വായിക്കാം. ഹൃദയത്തെ വെള്ളം പോലെ കർത്താവിന്റെ സന്നിധിയിൽ പകരുക. താഴെ. വീതികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി അവങ്കലേക്ക് കൈമലർത്തുക. പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ ആത്മീയരാക്കാൻ ഒരു TV മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. അത് മേടിച്ച് വീട്ടിൽ വെച്ചേച്ച് പിന്നെ വന്ന് പറയുകയാണ് പരാതി. ദൈവദാസനെ പ്രാർത്ഥിക്കണമേ, എന്റെ മോളിപ്പം ടിവിയുടെ മുമ്പിൽ തന്നെ. മോളെ കുറ്റം പറയണ്ട, നിന്നെ പറഞ്ഞാൽ മതി. അതങ്ങ് എടുത്ത് വിൽക്കാൻ തയ്യാറുണ്ടോ? എന്നാ നിന്റെ മോൾ അവിടെ ഇരിക്കത്തില്ല. ചിലര് പറയുന്നത് എന്റെ കുഞ്ഞുങ്ങൾ അടുത്ത വീട്ടിൽ കാണാൻ പോകുന്നു, അതുകൊണ്ടാണ് മേടിച്ചു വെച്ചിരിക്കുന്നത്. നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ വീട്ടിൽ കിടക്കാത്തതുകൊണ്ട് അടുത്ത വീട്ടിൽ പോകുന്നത്. ആദ്യം ഒന്ന് പോയപ്പോൾ നീ വിലക്കിയിരുന്നെങ്കിൽ പിന്നെ പോകത്തില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം.
അതുകൊണ്ട് മാതാപിതാക്കളെ, കുഞ്ഞുങ്ങൾ നന്നാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വീഥിയുടെ തലയ്ക്കൽ വിശപ്പ് കൊണ്ട് വലയുന്ന, പൊരിയുന്ന, പിടയുന്ന, അക്ഷരാർത്ഥത്തിൽ ഭക്ഷണത്തിന്റെ വിശപ്പല്ല, അതിന്ന് വേണ്ടുവോളമുണ്ട്. ദൈവം അനുവദിച്ച് 3 നേരത്തിന് 8 നേരം കഴിക്കാനുള്ളത് തമ്പുരാൻ തന്നിട്ടുണ്ട്. മാത്രമല്ല 1 നേരം 2 ഇടാൻ സൗകര്യമുണ്ടെങ്കിൽ ഇട്ടുകൊണ്ട് നടക്കാൻ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അണിയിച്ചൊരുക്കി വിടുന്ന എങ്ങനെയാണെന്നറിയാമോ? രാവിലെ ഒന്ന് ഉടുത്തൊരുക്കി വിട്ടേച്ച് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ, മോളെ അത് മാറിയേരെ അടുത്തുകൂടെ, അത് മാറിയേച്ച് വേറെ ഒന്നും ധരിപ്പിച്ച് വിടുന്നത്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയെല്ലാം അലങ്കരിച്ച് വിടണമോ, എങ്ങനെയൊക്കെ അവരെ ശരിപ്പെടുത്തി വിടണമോ അങ്ങനെയൊക്കെ വിടുക. എന്നിട്ട് അവസാനം അവർ ദൈവത്തിന്റെ വഴിവിട്ട് അഗാധ കൂപത്തിൽ വീണതിന് ശേഷം വന്ന് പറയുകയാണ്, പ്രാർത്ഥിക്കണേ. പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് മാതാപിതാക്കളോട് പറയുകയാണ്, വിശപ്പ് കൊണ്ട് തളർന്ന് വീഥിയുടെ തലയ്ക്കൽ കരുവാളിച്ച് ആത്മീകമായി മരിച്ച നിലവാരത്തിൽ ഒരു കൂട്ടം പിടഞ്ഞുകൊണ്ടിരിക്കുന്നു. രാത്രിയുടെ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിന്റെ ഭവനത്തിൽ, നിന്റെ മുറിക്കകത്ത് മുട്ടുകുത്തി നീ നിലവിളിക്ക്. മാതാപിതാക്കളെ, എഴുന്നേൽക്കുവാൻ തീരുമാനിക്കുവേ, തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ. പല ആമ്പിള്ളാര് കാണിക്കുന്ന എന്താണെന്നറിയാം? അപ്പനമ്മമാർ ഉറങ്ങുമ്പോൾ 9:30 പലരും ഉറങ്ങുമല്ലോ. ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? മുറിയുടെ കതക് പതിയെ തുറന്നിട്ട് കട്ടിൽ കിടന്ന തലയണ നേരെ വെച്ചിട്ട് പുതപ്പിച്ചിട്ട് സിനിമാ തിയേറ്ററിൽ പോയി സെക്കൻഡ് ഷോയും കണ്ടേച്ച് ആരും അറിയാതെ തിരിച്ചു വന്ന് അകത്ത് കയറി കിടക്കുന്ന ആമ്പിള്ളാര്. അപ്പനും അമ്മയും ഇതൊന്നും അറിയുന്നില്ല. അവരപ്പുറത്ത് കൂർക്കം വലിയ. എന്നാൽ 12 മണിക്ക് മകൻ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരിക. അറിഞ്ഞില്ല. നിങ്ങളുടെ തലമുറയെ ഓർത്ത് കരയാൻ എഴുന്നേൽക്കാമോ? ഈ നാളുകളിൽ നമുക്കതാണ് ആവശ്യം. ദൈവത്തിന് സ്വന്തം വീട്ടിൽ വെച്ചിരിക്കുന്ന ടിവിയൊക്കെ എടുത്ത് വിറ്റിട്ട് ദൈവസേനയിൽ മുട്ടുമടക്കി രാക്കാലങ്ങളിൽ രാത്രിയുടെ യാമത്തിൽ എഴുന്നേറ്റ് താഴോട്ടിരുന്ന് മുട്ടുമടക്കി നിന്റെ കുഞ്ഞിനെ ഓർത്ത്, നിന്റെ മകനെ ഓർത്ത്, നിന്റെ മകളെ ഓർത്ത് കരയുവാൻ ഈ നാളുകളിൽ ദൈവത്തിന്റെ ജനം ഉണരട്ടെ, എഴുന്നേൽക്കട്ടെ. തീരുമാനിക്കുന്നവർ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? വലിയ തീരുമാനം ഇല്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ കേട്ടു. രക്ഷപ്പെടുവാൻ, നിന്റെ തലമുറ രക്ഷപ്പെടുവാൻ എഴുന്നേറ്റ് നിലവിളിക്കണം. അതാണ് ആവശ്യം. ദൈവത്തിന് സ്തോത്രം. അടുത്തത് യെശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് സിയോനോടും യെരൂശലേമിനോടും പറയാ, സിയോനേ ഉണരുക, സിയോനേ ഉണരുക. വ്യഥയായ സിയോൻ യെരൂശലേം പുത്രി എഴുന്നേറ്റിരിക്കുക. സിയോനോട് യെരൂശലേമിനോടുമാണ്, ദൈവസഭയോടാണ്. ഒന്ന് വായിക്കാമോ? 52-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സിയോനേ ഉണരുക, ഉണരുക. 2 പ്രാവശ്യം പറഞ്ഞു. ഒന്ന് പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ടാവും, ഒന്നുകൂടെ പറഞ്ഞു. എന്നാ യെരൂശലേമിനോട് അടുത്തത് വായിക്കാം. യെരൂശലേം പൊടി കുടഞ്ഞുകളക, യെരൂശലേമേ എഴുന്നേറ്റിരിക്കുക. യെരൂശലേമിനോടാ പറയുന്നത്, സിയോനോടാ പറയുന്നത്, ദൈവസഭയോടാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ശരീരത്തിൽ മുഴുവൻ പൊടി പറ്റുമാറ്, പൊടി പിടിക്കുമാറ് കിടക്കുകയാണ്. ഈ കിടപ്പ് ചില മണിക്കൂറല്ല, ദിവസങ്ങളായി. അതുകൊണ്ടായിരിക്കും പൊടി പിടിച്ചിരിക്കുന്നു. നീ എഴുന്നേറ്റ് നിന്റെ പൊടി കുടഞ്ഞു കളഞ്ഞ് എഴുന്നേറ്റ് നിന്റെ കെട്ടുകളെ അഴിച്ച് മണവാളൻ അടുക്ക വാതിൽക്കൽ വന്നിരിക്കുന്നു. ദൈവസഭ ഉണരട്ടെ, ദൈവസഭ ഉണരട്ടെ, ദൈവസഭ ഉണരട്ടെ, പൊടി കുടഞ്ഞു കളയട്ടെ. യേശുവരായി അവനടുക്ക വാതിൽക്കലായിരിക്കുന്നു. അവന്റെ വരവിന്റെ മാറ്റൊലികൾ കാതിൽ മുഴങ്ങി കേട്ടിട്ടും ഇനിയും നീ പടിവാതിൽക്കൽ ഉറങ്ങുകയാണോ? പടിവാതിൽക്കൽ മയങ്ങുകയാണോ? അവൻ വരുമ്പോൾ നീ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ സിയോനേ ഉണരുക. വ്യഥയായ യെരൂശലേം പുത്രി എഴുന്നേറ്റിരിക്കുക, പൊടി കുടഞ്ഞുകളക, നിന്റെ കെട്ടുകളെ അഴിക്ക. നീ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടുന്ന സമയമാണിത്. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും ഒടുവിലായി പറഞ്ഞു നിർത്തട്ടെ ആ വിഷയം. അബീഗയിൽ എഴുന്നേറ്റു, ഒരു തീരുമാനത്തോടെയാണ് എഴുന്നേറ്റത്. ദാവീദിന്റെ കാന്തയായി തീരുവാൻ, പുറപ്പെട്ടു പോകുവാൻ. നമ്മുടെ ജീവിതത്തിലും ഒരു തീരുമാനത്തോടെ എഴുന്നേൽക്കണം. യേശുവിന്റെ കാന്തയായി തീരുവാൻ, പുറപ്പെട്ടു പോകുവാൻ. ദൈവത്തിന് സ്തോത്രം. അതാ ഒരൊറ്റ ആഗ്രഹത്തോടെ എഴുന്നേറ്റ് കർത്താവിന്റെ കാന്തയായി തീരണം, കർത്താവിന്റെ കാന്തയായി തീരണം. ആ തീരുമാനത്തോടെ എഴുന്നേൽക്കണം. ദൈവത്തിന് സ്തോത്രം. എഴുന്നേൽക്കുക മാത്രമല്ല, നിലംബര കുനിഞ്ഞു.
ചിലരെഴുന്നേൽക്കും, പിന്നെ ഇങ്ങനെ നെട്ടലെ നിൽക്കും, ഒരൊറ്റ മനുഷ്യനും കീഴ്പ്പെടത്തില്ല. നിലംവര കുനിയുക എന്ന് പറഞ്ഞാൽ സമർപ്പണം, കീഴ്പ്പെടുന്ന നിലവാരം. നിലംവര കുനിഞ്ഞിട്ട് പറയുകയാണ്, അടിയൻ യജമാനന്റെ ദാസന്മാരുടെ കാലുകളെ കഴുകുന്ന ദാസി എന്ന് പറഞ്ഞു. ചിലർ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ നിയന്ത്രിക്കാൻ വലിയ പാടാണ്. പിന്നെ പാസ്റ്റർക്കും കീഴ്പ്പെടത്തില്ല, സെൻട്രൽ പാസ്റ്റർക്കും കീഴ്പ്പെടത്തില്ല, ആരെ കൊണ്ട് നടത്താനൊക്കത്തില്ല. ഒരൊറ്റ നിൽപ്പ് ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആർക്കും കീഴ്പ്പെടുകയെന്നുള്ള പരുവത്തിലുള്ള പോക്കാൻ. ദൈവത്തിന് സ്തോത്രം. എഴുന്നേൽക്കുന്നവരുടെ വിശേഷത നിലംവര കുനിയുന്നു. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, അടിയൻ യജമാനന്റെ ദാസന്മാരുടെ കാലുകളെ കഴുകുന്ന ദാസി എന്ന് പറയത്തക്ക നിലയിൽ ഒരു താഴ്മ. അപ്രകാരം താഴ്ത്തുന്നു വരുന്ന കൈവെക്കാമോ? ഞങ്ങളുടെ ഹൃദയം ഒന്ന് സന്തോഷിച്ചു കൊള്ളട്ടെ. ഒരു കൈ ഉയർത്തി ഒരു അല്ലേലിയ പറഞ്ഞാട്ടെ. ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരു അല്ലേലിയ ഒന്നുകൂടെ പറഞ്ഞാട്ട് ഞങ്ങളുടെ മനസ്സൊന്ന് തണുക്കട്ടെ. ഞങ്ങളുടെ ജനത്തെ കുറിച്ച് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇതുപോലെ നിലം വരെ കുനിയുന്നവരാ ഞങ്ങളുടെ ജനം. എന്തൊരാശ്വാസമാണെന്നറിയാം. ദൈവത്തിന് സ്തോത്രം. നിലം വരെ കുനിഞ്ഞ് വിശുദ്ധന്മാർക്ക് കീഴ്പ്പെടുന്ന, അനുസരിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയുടെ പ്രമാണം, സ്വർഗത്തിന്റെ പ്രമാണം അനുസരണം എന്നുള്ള പ്രമാണമാണ്. പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്ന പുത്രൻ, പുത്രന് കീഴ്പ്പെട്ടിരിക്കുന്ന ദൈവസഭ, ഇങ്ങനെ അനുസരണം, കീഴ്പ്പെടൽ എന്നുള്ള പ്രമാണത്തിൽ ആ സ്വർഗം തന്നെ നിലനിൽക്കുന്നത്. ദൈവസഭയുടെ നിലനിൽപ്പതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വിശുദ്ധന്മാർ അപ്പോസ്തലന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. വിശുദ്ധന്മാർ അപ്പോസ്തലന്മാരും ദൈവസഭയും കൂടെ ചേർന്ന് ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ദൈവസഭയും അപ്പോസ്തലന്മാരും ക്രിസ്തുവും കൂടെ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. നിലംവര കുനിഞ്ഞു. കർത്താവിന്റെ വരവിനോട് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ജനത്തോട് രണ്ട് വാക്ക്: ഒരു വലിയ അനുസരണം, ഒരു വലിയ താഴ്മ, ഒരു വലിയ സമർപ്പണം, ഒരു വലിയ കീഴ്പ്പെട്ടിരിക്കുന്ന അനുഭവം ഈ നാളുകളിൽ നമുക്ക് ആവശ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം കർത്താവിന്റെ കാന്തയായി തീരാൻ സമയമായി. അതുകൊണ്ട് നാം കീഴ്പ്പെടണം, അതുകൊണ്ട് താഴണം, അതുകൊണ്ട് ദൈവസനിൽ സൗമ്യമായിരിക്കണം. സൗമ്യതയും ശാന്തതയും ജീവിതത്തിൽ ആവശ്യം. ഇവൾ ഒരു തീരുമാനത്തോടെ എഴുന്നേറ്റവൾ നിലംവര കുനിഞ്ഞിട്ട് അവൾ പറയുകയാണ്, യജമാനന്റെ ദാസന്മാരുടെ കാലുകളെ കഴുകുന്ന ദാസി. ഇതിന് പലരും പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് ഓർപ്പിക്കുന്നത്, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്ന് അണിയുന്നതും വിലയേറിയ വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളത് അല്ല. ഒരിക്കലൂടെ പറയാം, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വിലയേറിയ വസ്ത്രം. വിലയേറിയ വസ്ത്രം എന്ന് അവിടെ ഇല്ല, അവിടെ വസ്ത്രം ധരിക്കുന്നതുമെന്നേ ഉള്ളൂ. എന്നാൽ 1 തിമോത്തിയോസ് 2-ാം അധ്യായം പഠിക്കുമ്പോൾ പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവയെ കൊണ്ടല്ല അലങ്കരിക്കേണ്ടത്. ദൈവസഭയുടെ അലങ്കാരം എന്തായിരിക്കണം? ഈ പുറമേ ഉള്ളതല്ല. ആന്തരിക സൗന്ദര്യത്തെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവജനത്തിന് നഷ്ടപ്പെടുമ്പോൾ ബാഹ്യമായ സൗന്ദര്യത്തിനും സൗന്ദര്യവർദ്ധനവിനും പ്രാധാന്യം നൽകുന്നു. സിയോൻ പുത്രിയെ കുറിച്ച് യെശയ്യാ പ്രവചനം 3-ാം അധ്യായത്തിൽ പറയുന്നു. അവരുടെ ആന്തരികമായ സൗന്ദര്യത്തിന്റെ വെളിപ്പാട് നഷ്ടപ്പെട്ടു പോയപ്പോൾ അവരുടെ നിലവാരത്തെ കുറിച്ച് പറയാം. 1-ാം അധ്യായത്തിൽ പറയുന്നു, ഇതാ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, വഷളായി നടക്കുന്ന മക്കൾ. അവർ ദൈവത്തിന്റെ പരിശുദ്ധനെ നിരസിച്ച് കളഞ്ഞിരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, പക്ഷേ എന്റെ ജനമോ എന്നെ അറിയുന്നില്ല എന്ന് 1-ാം അധ്യായത്തിൽ വിവരിച്ചിട്ട് 3-ാം അധ്യായത്തിൽ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. സിയോൻ പുത്രിമാർ എപ്രകാരം നടക്കുന്നു? 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം തൊട്ട് വായിക്കുന്നു. യഹോവ പിന്നെയും അരുളി ചെയ്യുന്നത് എന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടിയും ഏറികണ്ണിട്ടും കൊണ്ട്. ഒന്ന് വായിക്കാമോ? എറികണ്ണിട്ടും കൊണ്ട്. നിഗളിച്ച് പുത്രിമാര് കേട്ടോണം. കഴുത്ത് നീട്ടിയും. അതെങ്ങനെയാണെന്ന് നോക്കുന്നവർക്കറിയാം, എനിക്ക് വലിയ നിശ്ചയമില്ല. ഏറികണ്ണിട്ട് നോക്കിയും. അടുത്തത് തത്തി നടക്കുകയും. കാരണം നടന്നു പോകുന്നത് 4 പേര് കാണണം, ആ പരുവത്തിനാ പോകുന്നത്. തത്തി നടക്കുകയും. അതിന് പറ്റിയ ചെരുപ്പല്ലയോ, ഹൈ ഹീൽ, അതാ മേടിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ വീഴുമെന്ന് തോന്നിപ്പോകും. അടുത്തത് കാലുകൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും. അടുത്തത്
ഫലമിത നെറുകയ്ക്ക് ചൊറി എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിലെ ചൊറിയല്ല. നെറുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിനെ കാണിക്കുക. ഈ വിധത്തിൽ നടക്കുന്ന പലരുടെയും മനസ്സ് കുറ്റം കൊണ്ട് നിറഞ്ഞിരിക്കുക. മാറാത്ത ചൊറി, മനസ്സ് മലിനപ്പെട്ടു പോയെന്ന്. അതുകൊണ്ടാണ് ഈ ഭാവമെല്ലാം ഉണ്ടാകുന്നത്. എറികണ്ണിട്ട് നടക്കുകയും എറികണ്ണിട്ട് നോക്കുകയും തത്തി നടക്കുകയും കഴുത്ത് നീട്ടുകയും ഒക്കെ ചെയ്യുന്നവരെ നോക്കിക്കോണം, അവര് പഠിച്ചോണം. പുറമേ ചൊറിയില്ലെങ്കിലും അകത്ത് പിടിച്ചു പോയി ചൊറി. നെറുകയ്ക്ക് ചൊറി പിടിപ്പിച്ചിരിക്കുന്നു. താഴോട്ട് വായിക്കുമ്പോൾ അവരുടെ അലങ്കാരത്തെ കുറിച്ച് വായിക്കുകയാണ്. അതല്ല ദൈവജനത്തിന്റെ സൗന്ദര്യം. ഇന്നത്തെ യൗവനരോഗവും ബാഹ്യമായ സൗന്ദര്യത്തിന് പെന്തിക്കോസുകാർ പോലും ദൈവത്തിന് സ്തോത്രം. അതേ സമയത്ത് പാടും വേണ്ട വേണ്ട ലോകയിമ്പം. ഹൃദയത്തിൽ ഈ വിധമായ ചിന്താഗതികൾ. ദൈവസഭയുടെ സൗന്ദര്യം എന്താണ്? ഒരു 4 വിഷയം ചുരുക്കമായി ഓർപ്പിക്കട്ടെ. ഈ അബീഗയിലിനെ കുറിച്ച് പഠിക്കുന്നവൾ സുന്ദരിയായിരുന്നു, ആകർഷിക്കത്തക്ക, മണവാളൻ ആകർഷിക്കത്തക്ക സൗന്ദര്യം. 48-ാം സങ്കീർത്തനം 2-ാം വാക്യത്തില് സൗന്ദര്യത്തിന്റെ ഒരു വിഷയം അവിടെ കാണുന്നുണ്ട്. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരം, സർവഭൂമിയുടെയും ആനന്ദം. അവിടെ മനോഹാരിത ഉയരമാണ്. ഉയരം എന്ന് പറഞ്ഞാൽ ഉന്നത ജീവിതം, പ്രതിഷ്ഠാ ജീവിതം. ഒരു ദൈവ പൈതലിന്റെ, ഒരു വിശുദ്ധന്റെ, ക്രിസ്തുവിന്റെ കാന്തയുടെ സൗന്ദര്യം എന്ന് പറയുന്ന അവന്റെ പ്രതിഷ്ഠയാണ്. അവന്റെ പ്രതിഷ്ഠ, അവന്റെ ഉന്നത ജീവിതം, അതാണ് അവന്റെ സൗന്ദര്യം. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി 45-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ അതിന്റെ 11-ാം വാക്യത്തില് അവിടെ പറയുകയാണ്, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. എപ്പോൾ? അതിന്റെ 10-ാം വാക്യം, അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. ഇന്ന് രാത്രിയിലും കുമാരിമാരോട് പറയുകയാണ് ദൈവത്തിന് സ്തോത്രം. വ്യക്തിപരമായി ദൈവസഭയെ പൊതുവായി കുമാരിയോട് പറയുന്നു, അല്ലയോ കുമാരി കേൾക്കുക, ദൈവത്തിന് സ്തോത്രം. 2 നോക്കുക, കേൾക്കണം. കേൾക്കാൻ തക്കവണ്ണം കാത് തുറക്കണം. ദൈവത്തിന് സ്തോത്രം. പലരും കേൾക്കുന്നെങ്കിലും, പ്രാണപ്രിയന്റെ ശബ്ദം കാതിൽ കേൾക്കുന്നെങ്കിലും കിടക്കുന്ന കിടക്കയിൽ എഴുന്നേൽക്കാൻ മനസ്സില്ല. അതുകൊണ്ടാണ് ഉത്തമഗീതത്തിൽ വായിക്കുന്നത്, വാതിൽക്കൽ മുട്ടുന്ന പ്രിയന്റെ സ്വരം. അകത്ത് കടന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, എന്റെ കാലുകൾ കഴുകിയിരിക്കുന്നു, എഴുന്നേൽക്കുന്നത് എങ്ങനെ? എന്റെ അങ്കി ഊരിയിരിക്കുന്നു, വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? പ്രിയൻ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശബ്ദം നന്നായി കേൾക്കുന്നുണ്ട്. പക്ഷെ കിടന്നുകൊണ്ട് പറയുന്ന ഇതാണ്, ആ കിടപ്പ് കിടന്നുകൊണ്ട് പറയുകയാണ്, അങ്കി ഊരിപ്പോയി ധരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, കാല് കഴുകിയിരിക്കുന്ന അതിന് താഴോട്ട് പറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ, പൊടി പറ്റുമല്ലോ. കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. കുറെ കൂടെ കഴിഞ്ഞപ്പോൾ പ്രിയൻ അങ്ങ് പോയി. അവളെ എഴുന്നേറ്റ് വന്ന കതക് തുറന്നു വന്നപ്പോഴേക്കും പ്രിയൻ പോയി കഴിഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ വരരുത്. ഇന്ന് രാത്രി പ്രാണപ്രിയന്റെ ശബ്ദം നിന്റെ കാതിൽ മുഴങ്ങണം. കേൾക്കുക മാത്രമല്ല, നോക്കുക. അരുമനാഥന്റെ തേജസ്സേറിയ മുഖത്തേക്കൊന്ന് നോക്കുക. അവനെ കണ്ടാൽ അവനെ പിൻപറ്റാതിരിപ്പാൻ ഒരു വ്യക്തിക്ക് സാധ്യമല്ല. യേശുവിനെ കണ്ടാൽ, അതുകൊണ്ടാണ് ശൂലേങ്കാരി വിളിച്ചു പറയുന്നത്, എന്റെ പ്രിയ നിന്റെ പിന്നാലെ എന്നെ വലിക്കാം. നാം ഓടിപ്പോകാം. ദൈവത്തിന് സ്തോത്രം. നിന്റെ സ്നേഹത്താൽ എന്നെ ആകർഷിച്ച് നിന്റെ പിന്നാലെ എന്നെ വലിക്കുക. ദൈവസഭ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ നാളുകളിൽ നമുക്കും അത് ആവശ്യമാണ്. അവന്റെ മുഖത്തേക്ക് നോക്ക്, അവനെ ഒന്ന് നോക്ക്. നിനക്ക് വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടത് നോക്ക്, അവൻ ഉയർത്തെഴുന്നേറ്റത് നോക്ക്, നിനക്ക് വേണ്ടി അവൻ പിതാവിന്റെ വലഭാഗത്തിരിക്കുന്നത് നോക്ക്, നിനക്ക് വേണ്ടി ഒരു മണിയറ ഒരുക്കുന്നത് നോക്കുക. ചെവിചായിക്ക്. അടുത്തത്, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. വേർപാടിനെ കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സ്വജനത്തെയും പിതൃഭവനത്തെയും മറന്നെങ്കിലേ രാജാവ് സൗന്ദര്യത്തെ ആഗ്രഹിക്കുകയുള്ളൂ. ചിലർക്കൊരാഗ്രഹമുണ്ട്, അമ്മയുടെ മടിയിൽ ഇരിക്കുകയും വേണം, അപ്പന്റെ കൂടെ പോവുകയും വേണം. എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അമ്മയുടെ മടിയിൽ ഇരിക്കുകയും വേണം, അപ്പന്റെ കൂടെ പോവുകയും വേണം. കർത്താവിന്റെ വരവിൽ പോവുകയും വേണം. നിൽക്കുന്നിടം വിടാനൊട്ട് മനസ്സുമില്ല. അതിനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. വേദപുസ്തകം മുഴുവൻ പഠിച്ചിട്ടും അതിനുള്ള വഴി ഒന്നും കാണുന്നില്ല. അത് വിട്ടെങ്കിലേ ഇവിടെ പോകാൻ മിസ്രൈം വിട്ടെങ്കിലേ നിങ്ങൾക്ക് കനാലിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും മിസ്രൈമിൽ ഇരുന്നു കൊണ്ട്, മിസ്രൈമിൽ ഫറവോന്റെ കൊച്ചുമുറ്റത്തിരുന്നു കൊണ്ട്, ഫറവോന് ഞാനിനി അടിമയല്ലെന്നാ പാടുന്നത്. ഫറവോന് ഞാനിനി അടിമയല്ല, പരമസിയോനിന് അന്യനല്ലെന്ന് പാടുന്ന പല സ്നേഹിതരുമുണ്ട്. അതേ സമയത്ത് ഫറവോന്റെ മുറ്റത്തായി ഇരിപ്പാൻ.
വിട്ടിറങ്ങി വരാൻ തയ്യാറുണ്ടെങ്കിൽ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കുവാൻ വിടേണ്ടതിനെ വിട്ട്, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച്, മറക്കേണ്ടതിനെ മറന്ന് യേശുവിന്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട് യേശുവിന്റെ പിന്നാലെ വരുവാൻ, അതാണ് സൗന്ദര്യം, വേർപാട്. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി വായിക്കുമ്പോൾ ഉത്തമഗീതത്തിൽ 7-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ വായിക്കുന്നു, പ്രഭുകുമാരി നിന്റെ കാല് എത്ര മനോഹരം, ചെരുപ്പിട്ടിരിക്കുന്ന നിന്റെ കാല് എത്ര മനോഹരം. കാലുകൾ ബ്യൂട്ടിഫുൾ ആയിരിക്കണം, അതിന് കാലിൽ ചെരുപ്പ് വേണം. ബാറ്റായുടെ കാര്യമല്ല, പാരകന്റെ കാര്യമല്ല, വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന വാക്കറിന്റെ കാര്യവുമല്ല ഞാനീ പറയുന്നത്. നിങ്ങളുടെ ഒരുപക്ഷേ അപ്രകാരം ഒരു ചെരുപ്പ് കാണും. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കി. ദൈവമക്കൾക്കൊരു കർത്തവ്യമുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അനുഭവങ്ങളെ നമ്മുടെ സമശിഷ്ടങ്ങളോട് അറിയിക്കുവാൻ. ദൈവത്തിന് സ്വന്തം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആയിരിക്കുന്ന സഭയിൽ വിശ്വാസികളോട് ചോദിച്ചു, 2000 ആണ്ടിൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നു, 9 മാസം കഴിഞ്ഞു, 10ാമത്തെ മാസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ 2000 ആണ്ട് ദൈവം നിങ്ങൾക്ക് തന്നു. ഒരാളോടെങ്കിലും നിങ്ങളുടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? ഒരാളോടെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് സ്വന്തം. ദൈവമക്കൾ ഇവിടെ നിന്ന് ചിന്തിച്ചു നോക്കാൻ. 2000 ആണ്ടിൽ ദൈവം നിങ്ങൾക്ക് പല നേട്ടങ്ങൾ നൽകി. ബാങ്കിലെ ഡെപ്പോസിറ്റ് കുറെ കൂടെ കൂടി. നേരത്തെ 8 ലക്ഷമേ ഉള്ളായിരുന്നു, അതിന്റെ കൂടെ ഒരു 2.5 കൂടെ കൊണ്ടിടാൻ പറ്റി. വസ്തു 48 ഉണ്ടായിരുന്നുള്ളൂ, അതിന്റെ കൂടെ ഒരു 26 സെന്റ് കൂടെ വാങ്ങിച്ച് ചേർക്കാൻ പറ്റി. വീടിനോട് ചേർന്ന് 2 മുറിയൂടെ ഉണ്ടാക്കി മാർബിൾ പതിപ്പിച്ച്. ഒക്കെ നല്ല കാര്യം. എത്ര പേരോട് സുവിശേഷം അറിയിച്ചു. നിന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്ന എത്ര പ്രിയപ്പെട്ടവർ നശിച്ചുകൊണ്ടിരിക്കും. അവരുടെ രക്തം നിങ്ങളോട് ചോദിക്കും. യേശുവിനെ കുറിച്ച് അവരോട് പറയാൻ ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ സത്യത്തെ അവരോട് അറിയിക്കുവാൻ ഒരു ചുമതല നിങ്ങൾക്കുണ്ട്. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. അതാണ് കാലിന്റെ മനോഹാരിത. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നു, സുവാർത്തദൂതിയായ സിയോൻ, സുവാർത്തദൂതിയുടെ കാൽ പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം അവിടെ വായിക്കുമ്പോൾ സുവാർത്തദൂതിയുടെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. അതാണ് പാദത്തിന്റെ മനോഹാരിത. നാവിൽ സുവാർത്ത, സദ്വർത്തമാനം, സുവിശേഷം. പ്രിയമുള്ളവരെ, നമ്മുടെ സൗന്ദര്യം അതാണ്. അബീഗലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവൾ സൗന്ദര്യമുള്ളവളായിരുന്നു. അവൾ എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. വിവേകിയും സൗന്ദര്യമുള്ളവളും. മറ്റൊരു വിശേഷത കൂടെ ഉണ്ടായിരുന്നു. പ്രതികാരം ചെയ്യാതെ വണ്ണം തടയുന്ന സ്വഭാവം. നല്ലൊരു സ്വഭാവമാണ് അബീഗലിന്റെ ഒരു വിശേഷത അതാണ്. എന്നാൽ ചിലർക്ക് നേരെ തിരിച്ച കുടുമിത്തലയും കഷണ്ടിത്തലയും കൂടെ കൂട്ടിക്കെട്ടി പ്രശ്നമുണ്ടാക്കാൻ പലർക്കും നല്ല ബിരുദ. ഇല്ലാത്ത പ്രശ്നം കുത്തിപ്പൊക്കി പ്രശ്നമുണ്ടാക്കാൻ നല്ല ബിരുദ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ അബീഗലിന്റെ വിശേഷത എന്താണ്? ഒരുവൻ പ്രതികാരം ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ പ്രതികാരം ചെയ്യുന്നവനെ തടയുന്നു. അവളുടെ ഉള്ളിലെ പ്രതികാരമില്ല. പ്രതികാരമില്ലാത്ത സ്വഭാവം, പ്രതികാരം ചെയ്യുന്നതിൽ നിന്ന് മറ്റുള്ളവരെ തടയുന്ന സ്വഭാവം. ദൈവത്തിന് സ്തോത്രം. അബീഗയിലായിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? പുരോഗതിയില്ലെന്ന് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. അബീഗയിലിനെ പോലെ ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതികാരം ചെയ്യുന്നവനല്ല. ഒരുവൻ പ്രതികാരം ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ നമുക്കത് വേണ്ട, യേശുവിന്റെ സ്വഭാവം അതല്ല എന്ന് പറഞ്ഞത് തടയുന്ന സ്വഭാവം. അതായിരുന്നു അബീഗലിന്റെ സ്വഭാവം. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയ്ക്കും അത് ഉണ്ടായിരിക്കട്ടെ. യേശുവിന്റെ ഗിരിപ്രഭാഷണം ശ്രദ്ധിക്കുക. നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പഴയ നിയമത്തിൽ പറയുകയാണ്, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, അവന് ദാഹിക്കുന്നെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക. ദൈവജനത്തിൽ വിശേഷിക്കപ്പെട്ട സ്വഭാവം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലൂടെ ഇത് വെളിപ്പെടുത്തി, യേശുവിനെ വെളിപ്പെടുത്തി, യേശുവിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തി ജീവിതത്തിലൂടെ അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായി പ്രകാശിപ്പിക്കും. ഇവളെ എഴുന്നേറ്റിട്ട് തന്നെ അങ്ങ് പോവുകയല്ല. ഇന്ന് പറ്റുന്ന ഒരു പരാജയം അതാണ്. ഉണർവുണ്ടായി ചാടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അപ്പോസ്തലന്മാരും വേണ്ട, വേറെ ആരും വേണ്ട, ഞങ്ങൾക്ക് പോകാൻ അറിയാമെന്ന്. പിന്നെ നിങ്ങളുടെ കൂടെ നിന്നെങ്കിലേ പോകാൻ പറ്റുള്ളൂ. അല്ല, ഇവൾ തനിയെ പോവുകയല്ല. അവൾ എഴുന്നേറ്റു 5 ബാല്യക്കാരോട് കൂടെ പോയി എന്ന്.
ദൈവത്തിന് സ്തോത്രം. ഈ 5 ബാല്യക്കാരത്തികൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന 5 വിധ ഉദ്യോഗസ്ഥന്മാരെ കാണിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ആരെങ്കിലും, സ്നാനപ്പെട്ട ആരെങ്കിലും, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ആരെങ്കിലും, പ്രാപിച്ചിട്ടുള്ള ആരെങ്കിലും, നിങ്ങൾ ഏതെങ്കിലും ഒരു നിലവാരത്തിൽ ജീവിക്കുകയാണെങ്കിൽ കുഞ്ഞാടിന്റെ കാന്തയായി, കർത്താവിന്റെ കാന്തയായി തീരുവാൻ നിങ്ങൾ എഴുന്നേറ്റ് നിലം വരെ കുനിഞ്ഞ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം പോവുകയല്ല, 5 ബാല്യക്കാരത്തികളുമായി പോകണം. എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലിക ശുശ്രൂഷകരോടുകൂടെ. ഏതൊക്കെ 5 ബാല്യക്കാരത്തികൾ? എഫേസ്യ ലേഖനം 4:11 വാക്യത്തിൽ വായിക്കുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. എവിടെ നിയമിച്ചിരിക്കുന്നു? ആര് നിയമിച്ചിരിക്കുന്നു? നിയമിച്ചിരിക്കുന്നത് ദൈവസഭയിൽ. ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവം ദാനമായി കൊടുത്തിരിക്കുന്നു ഈ അപ്പോസ്തലന്മാരെ, ഈ പ്രവാചകന്മാരെ, ഈ സുവിശേഷകന്മാരെ, ഇടയന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ. ദൈവത്തിന് സ്തോത്രം. 5 വിധ ഉദ്യോഗസ്ഥന്മാരെ ദൈവത്തിന്റെ സഭയ്ക്ക്. ദൈവത്തിന് സ്തോത്രം. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്, ബാല്യക്കാരത്തികൾ ദാവീദിന്റെ ഭാര്യയായി തീർന്നില്ലല്ലോ എന്ന്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ 5 വിധ ഉദ്യോഗസ്ഥന്മാർ കുഞ്ഞാടിന്റെ കാന്തയായി തീരത്തില്ലല്ലോ എന്നൊന്നും കയറി സ്ഥാപിക്കാൻ പോകരുത്. ദൈവത്തിന് സ്തോത്രം. തെറ്റിദ്ധരിക്കുകയും ചെയ്യേണ്ട. എവരും കാന്തയുടെ ഒരു ഭാഗമാണ്, ദൈവസഭയുടെ ഭാഗമാണ്. ഈ 5 വിധ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, 2 ഉത്തരവാദിത്വം ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഒന്ന്, ഞങ്ങൾ കർത്താവിന്റെ വരവിനായി ഒരുങ്ങുന്നു. അതോടൊപ്പം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളെ ഒരുക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുൻപാകെ പോയി നിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്നു. അതോടൊപ്പം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സഭയെ ഒരുക്കി കൊണ്ടുപോയി ക്രിസ്തുവിന്റെ മുൻപാകെ നിർത്തുന്നു. അതാണ് ശരിയായ ഉപദേശം. ദൈവത്തിന് സ്തോത്രം. ഈ ശുശ്രൂഷകന്മാരും ദൈവസഭയും കൂടെ ചേർന്നതാണ്, വിശ്വാസികളായ ദൈവമക്കളും കൂടെ ചേർന്നതാണ് ദൈവത്തിന്റെ സഭ, കുഞ്ഞാടിന്റെ കാന്ത എന്ന് പറയുന്നത്. എന്നാൽ ഒരുക്കപ്പെടലിനെ കുറിച്ച് പറയുമ്പോൾ 5 ബാല്യക്കാരത്തികൾ ആവശ്യം, അല്ലെങ്കിൽ 5 വിധ ശുശ്രൂഷകർ ആവശ്യം. അതാണ് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്നത്. ഇത് നൽകപ്പെട്ടിരിക്കുന്നത്, ഈ 5 വിധ ശുശ്രൂഷകരെ നൽകിയിരിക്കുന്നത്, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും എന്നൊക്കെയുള്ള മാർമികമായ വിഷയങ്ങൾ നാം അവിടെ കാണും. ഇതെല്ലാം ദൈവസഭ പ്രാപിക്കേണ്ടതാണ്. ദൈവത്തിന്റെ സഭ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യതയിൽ വന്നു ചേരണം. ദൈവസഭ വിശ്വാസത്തിന്റെ ഐക്യതയിൽ വന്നു ചേരണം. ദൈവത്തിന്റെ സഭ വിശുദ്ധന്മാരുടെ പൂർണ്ണതയിൽ, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫോർ ദ പെർഫെക്റ്റിംഗ് ഓഫ് ദ സെയിൻസ്, വിശുദ്ധന്മാരുടെ പൂർണ്ണതയ്ക്കായിട്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധരായി. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇപ്രകാരം വിശുദ്ധരാക്കപ്പെട്ടവർ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളർന്ന് വിശുദ്ധിയുടെ പൂർണ്ണത പ്രാപിച്ച് കുഞ്ഞാടിന്റെ കാന്തയായി തീരുവാൻ 5 വിധ ഉദ്യോഗസ്ഥന്മാരെ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, വിശുദ്ധന്മാരുടെ പൂർണ്ണതയ്ക്ക്. അടുത്തത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനവിന്, ക്രിസ്തുവിന്റെ ശരീരമാം സഭയുടെ ആത്മീക വർധനവിന് ഈ 5 വിധ ഉദ്യോഗസ്ഥന്മാർ ആവശ്യം. അടുത്തതായി പറയും, അങ്ങനെ നാം സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുന്നു. സ്നേഹത്തിൽ സത്യം സംസാരിച്ചു വളരണമെങ്കിൽ 2 കാര്യം. 1, സ്നേഹമുണ്ടായിരിക്കണം. 2, സത്യമുണ്ടായിരിക്കണം. ഈ അന്ത്യകാലത്ത് കുറഞ്ഞു പോയിരിക്കുന്നതും അതാണ്. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. കർത്താവായ യേശുക്രിസ്തു പറയുക, ദൈവത്തിന് സ്തോത്രം, ആരംഭകാലത്തെ സ്നേഹം, തമ്മിൽ തമ്മിൽ കാണുമ്പോഴുള്ള സ്നേഹം. എന്നാൽ ഇന്ന് സ്നേഹം പെരുകി പെരുകി പാലയ്ക്ക വിളയുമ്പോൾ എങ്ങനെ ആയിരിക്കുമോ കണ്ടിട്ടുണ്ടല്ലോ? പാലയ്ക്ക വിളയുമ്പോൾ അത് പൊട്ടായിരിക്കുമ്പോൾ അത്രയും കുഴപ്പമില്ല, വിളഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ അങ്ങ് പിരിയും രണ്ട് വശത്തോട്ട്. ഇന്ന് പലരും വിളഞ്ഞ് പാലയ്ക്ക പരുവത്തിലായി, പൂർണ്ണപ്പെട്ട ആ പരുവത്തിലായി. എന്നെ അടുത്തിരിക്കുന്ന സഹോദരനെ കണ്ടാൽ മിണ്ടത്തില്ല, അടുത്തിരിക്കുന്ന സഹോദരിയെ കണ്ടാൽ മിണ്ടത്തില്ല. രണ്ടുപേരും അങ്ങോട്ട് തിരിഞ്ഞ്, ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞ് പാടും, പറഞ്ഞിടുമേ ഞാൻ മറന്നിടുമേ, അയാൾ അങ്ങോട്ട് പറക്കും, ഇയാൾ ഇപ്പുറത്തോട്ട് തിരിഞ്ഞിരുന്നുകൊണ്ട് പാടും, പറക്കുമേ ഞാൻ മറക്കുമേ എന്ന് ഒരാൾ കിഴക്കോട്ടും ഒരാൾ പടിഞ്ഞാറോട്ടും പറക്കുന്നത്. അതല്ല സ്നേഹം.
ദൈവസ്നേഹം. ദൈവത്തിന് സ്തോത്രം. അതാണ് ഈ നാടുകളിൽ ആവശ്യം. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. സത്യം എന്ന് പറയുമ്പോൾ അതിനെ രണ്ട് നിലയിൽ പഠിക്കാം. ഒന്ന്, വായിൽ നിന്ന് പുറപ്പെടുന്ന സത്യം ഭോഷ്ക് നാവിനുണ്ടായിരിക്കരുത്. ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്യത്രേ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് സത്യം, ദൈവവചനം അല്ലെങ്കിൽ ഉപദേശം. യേശു പറയുന്നു, വചനത്താൽ സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമല്ലോ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് സത്യമുണ്ടായിരിക്കണം. ഉപദേശമില്ലെങ്കിൽ ഒരിക്കലും ഒരുക്കപ്പെടാൻ സാധ്യമല്ല. ദൈവത്തിന്റെ സഭയുടെ അടിസ്ഥാന ഉപദേശം, അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാന് പിന്നെ നിലനിൽപ്പാൻ സാധ്യമല്ല. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം യേശുവിനെ പോലെ വളർന്ന് 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 യേശുവിനെ പോലെ വളർന്ന് വളർന്ന് യേശുവിനെ പോലെ ആകുവാൻ എന്ന് പാടിയാൽ പോരാ. വളർന്ന് യേശുവിനെ പോലെ, യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ വിശുദ്ധി, യേശുവിന്റെ വിശ്വാസം, യേശുവിന്റെ താഴ്മ, യേശുവിന്റെ അനുസരണം, യേശുവിന്റെ ദീർഘക്ഷമ, യേശുവിന്റെ ദയ, യേശുവിന്റെ മനസ്സലിവ് ദൈവസഭയിൽ നാളുകളിൽ വളരട്ടെ. അവൻ അടുക്ക വാതിൽക്കലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 5 വിധ ഉദ്യോഗസ്ഥന്മാർ, അപ്പോസ്തോലന്മാർ. അധ്യക്ഷന്മാരല്ല. പ്രിയ സ്നേഹിതരെ, അധ്യക്ഷനും അപ്പോസ്തോലനും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോസ്തോലന് ചില പ്രത്യേകതകളുണ്ട്. അവൻ അയക്കപ്പെട്ടവനാണ്. പിതാവായ ദൈവം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതുപോലെ അയക്കപ്പെട്ട അപ്പോസ്തോലന്മാർ. 2 പ്രതിഷ്ഠിക്കപ്പെട്ട അപ്പോസ്തോലന്മാർ. ജഡപ്രകാരമുള്ള ബന്ധങ്ങളെ പ്രതിഷ്ഠിച്ചവർ, ലോകത്തിൽ തങ്ങൾക്കുള്ളതിനെ പ്രതിഷ്ഠിച്ച അപ്പോസ്തോലന്മാർ. ദൈവത്തിന് സ്തോത്രം. 3ാമത് അഭിഷേകം ചെയ്യപ്പെട്ട അപ്പോസ്തോലന്മാർ. 4ാമത് വിശ്വാസത്താൽ ജീവിക്കുന്ന അപ്പോസ്തോലന്മാർ. 5ാമത് നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യുന്ന അപ്പോസ്തോലന്മാർ. 6ാമതായി ഏത് മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുന്ന അപ്പോസ്തോലന്മാർ. ഇങ്ങനെ അപ്പോസ്തോലന്മാരുടെ അനേക യോഗ്യതകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തോല പ്രവൃത്തി 2ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അന്ന് പത്രോസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടവർ, സ്നാനമേറ്റവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ അപ്പോസ്തോലന്മാരോട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് വായിക്കുന്നു. കർത്താവിന്റെ രഹസ്യവരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ, കുഞ്ഞാടിന്റെ കാന്തയായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, അപ്പോസ്തോലിക സഭയിലേക്ക് കടന്നു വരുവേ, അപ്പോസ്തോലന്മാരുമായുള്ള കൂട്ടായ്മയിലേക്ക് കടന്നു വരുവേ. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയോട് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്, ദൈവത്തിന്റെ വിശുദ്ധന്മാരോടുള്ള നിങ്ങളുടെ ബന്ധം ഒന്നുകൂടെ വർദ്ധിക്കുവാൻ ഇടയാകുമാറാകട്ടെ. അപ്പോസ്തോലന്മാരായ നടത്തിപ്പുകാരിൽ നിന്ന് നിങ്ങളുടെ മനസ്സകന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയം അകന്നു പോയിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ വരവടുത്തിരിക്കുന്ന ഈ നാളുകളിൽ കുഞ്ഞാടിന്റെ കന്തയായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ മനസ്സും ഹൃദയവും അപ്പോസ്തോലന്മാരോട്, വിശുദ്ധന്മാരോട്, നടത്തിപ്പുകാരോട് ഒന്നുകൂടെ ഇറുകെ പറ്റിച്ചേരുവാൻ, അതിനേക്കാളെല്ലാം ഉപരിയായി യേശുവിനോട് പറ്റിച്ചേരുവാൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിർത്തട്ടെ. അബീഗയിൽ എഴുന്നേറ്റു. 5 ബാല്യക്കാരത്തികളോടുകൂടെ കഴുതപ്പുറത്ത് കയറി ദാവീദിന്റെ ഭൃത്യന്മാരോടുകൂടെ കടന്നുപോയി. ദാവീദിന്റെ ഭാര്യയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരാൻ സമയമായി. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ്, അബീഗയിൽ ഭാര്യയായി തീർന്നത് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദിന്റെയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാവായി അഭിഷേകം ചെയ്യപ്പെടുവാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം 19ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, സ്വർഗത്തിൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, തകർത്ത് ഇടിമുഴക്കം പോലെ ഹല്ലേലൂയായുടെ ഒരു പരമ്പര തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗവാസികൾ ഒന്നടങ്ങ് ഹല്ലേലൂയ മുഴക്കുന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു, രാജത്വം ഏറ്റിരിക്കുന്നു. അതിന്റെ പിന്നാലെയാണ് വിളിച്ചു പറയുന്നത്, നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രാജാവായ ക്രിസ്തുവിന് കാന്തയായി തീരുവാൻ തന്റെ ഭൃത്യന്മാരെ നിർദ്ദേശം കൊടുത്ത് അയച്ചിരിക്കുക. ഇന്ന് രാത്രിയിലും അപ്പോസ്തലന്മാരെ ഈ ദേശത്തേക്ക് അയച്ചിരിക്കുന്നു. ദൈവവചനത്തിലെ സത്യമറിയിച്ച് അനുസരിക്കുന്നവരെ, എഴുന്നേൽക്കുന്നവരെ, നിലം വരെ കുനിയുന്നവരെ, സമർപ്പിക്കുന്നവരെ, കീഴ്പ്പെടുന്നവരെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ദാവീദിന്റെ ഭാര്യയാക്കി തീർക്കുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കാന്തയാക്കി തീർക്കുവാൻ അപ്പോസ്തലന്മാരെ അയച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, രാജാവിന്റെ രാജ്യം
രാജ്ഞിയായി തീരുവാൻ സമയം ഏറ്റവും അടുത്തുപോയി. രാജാവിന്റെ രാജ്ഞിയായി തീരാൻ ദൈവസഭയെ സമയം ഏറ്റവും അടുത്തുപോയി. കണ്ണുകളെ അടയ്ക്കാം, മുഴങ്കാൽ മടക്കാം. നമ്മുടെ നാളുകൾ സമയം ഏറ്റവും അടുത്തുപോയി. ഉള്ളം തുടിക്കട്ടെ, ഹൃദയം സന്തോഷിക്കട്ടെ, ദൈവത്തിന്റെ ജനം എഴുന്നേൽക്കട്ടെ, നിലം വരെ കുനിയട്ടെ. ഹല്ലേലൂയ. ബാല്യക്കാരത്തികളോട് ചേരട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് രാജാവാകുന്ന ദാവീദിന്റെ അടുക്കലേക്ക് പോകാം. ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് വരണം. മണവാളനായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഒന്നുകൂടെ നമുക്കൊരു തീരുമാനത്തോടെ എഴുന്നേൽക്കാം. എഴുന്നേറ്റ് നിലം വരെ കുനിഞ്ഞ് പരിചാരികളോട് ചേർന്ന് ദാവീദിന്റെ അടുക്കലേക്ക്. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ജീവിതത്തിൽ എഴുന്നേറ്റ് തന്നെത്താൻ താഴ്ത്തി സമർപ്പിച്ച് അപ്പോസ്തലന്മാരോട് ചേർന്ന് ദാവീദിന്റെ ഭൃത്യന്മാരോട് ചേർന്ന് നമ്മുടെ മണവാളനായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്നു ചേരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആരും ദയവായി എഴുന്നേറ്റ് പോകരുത്. സമയം അതിക്രമിച്ചില്ല. ഒരു 2 മിനിറ്റ് പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും മുഴങ്കാൽ മടക്കാൻ, കണ്ണുകളെ അടയ്ക്കാൻ. എഴുന്നേൽക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ജീവിതത്തിൽ എഴുന്നേൽക്കുവാൻ, സൗഖ്യം പ്രാപിപ്പാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ആരംഭത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വിശുദ്ധനിലൂടെ ഓർപ്പിച്ചു ഇന്ന് രാത്രിയിൽ സൗഖ്യമുണ്ടാകാൻ പോകുന്നുവെന്ന്. അത് സത്യം തന്നെയാണ്. എഴുന്നേൽക്കുന്നവരെ സൗഖ്യമാക്കാൻ പോവുകയാണ്. നിലവിളിയോടെ എഴുന്നേൽക്കുന്നവരെ ആ അന്തരായ ഭിക്ഷക്കാരൻ യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിലവിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആള് പറഞ്ഞയക്കുകയാണ് യേശു. അവനെ ആള് പറഞ്ഞയക്കുകയാണ്. അവനെ വിളിപ്പീൻ. ദൈവത്തിന്റെ ശബ്ദം കേട്ട, യേശുവിന്റെ ശബ്ദം കേട്ട കേട്ടവർ വന്ന ഈ അന്തരോട് പറയാണ്, നിന്നെ വിളിക്കുന്നു. ശബ്ദം കേട്ട ഉടനെ അവൻ പുറപ്പ് വലിച്ചെറിഞ്ഞു, ചാടി എഴുന്നേറ്റു, യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു. ഏത് രോഗവുമായി കൊള്ളട്ടെ, സൗഖ്യം ഞങ്ങളുടെ പക്കലല്ല. ഞങ്ങൾക്ക് ഒരു കാര്യം പറയാൻ കഴിയും, നിന്നെ വിളിക്കുന്നു യേശു, നിന്നെ വിളിക്കുന്നു യേശു, നിന്നെ സൗഖ്യമാക്കാൻ വിളിക്കുന്നു. എഴുന്നേൽക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, പുറപ്പ് വലിച്ചെറിയാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അവൻ നിനക്ക് സൗഖ്യം തരുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് ദൈവസഭയെ ഉണർത്തുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ജനത്തെ സ്പർശിക്കുവാൻ പോവുകയാണ്. നമ്മുടെ രാജാവായ മണവാളൻ വെളിപ്പെടാൻ സമയമായി. നമുക്ക് എഴുന്നേൽക്കാം, നമുക്ക് പോകാം, അപ്പോസ്തലന്മാരോട് കൂടെ പോകാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരത്തെ സ്പർശിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിനാൽ സ്പർശിക്കപ്പെടുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ആത്മാവിനാൽ സ്പർശിക്കപ്പെടുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവാത്മാവിനാൽ സ്പർശിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. ഒരു കോറസ് പാടിക്കൊണ്ട് എന്റെ ഈ ദൂതം നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ. ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളെ തൊട്ടുണർത്തുമെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. മാത്രമല്ല നിങ്ങൾക്കൊരു എഴുന്നേൽപ്പുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു.